Good morning. Today we are going to discuss about enzymes. Enzymes. Enzymes are biocatalysts and they catalyze the biochemical reactions both in vivo as well as in vitro. എൻസൈംസ് എന്ന് പറയുന്ന ബയോളജിക്കൽ ആയിട്ടുള്ള കാറ്റലിസ്റ്റുകളാണ്. അവർക്ക് ബയോകെമിക്കൽ റിയാക്ഷൻസ് ഇൻ വിട്രോ കണ്ടീഷൻസിലും ഇൻ വൈവോ കണ്ടീഷൻസിലും ക്യാരി ഔട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദി ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റുകൾ സാധാരണ കെമിസ്ട്രിയിൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാറ്റലിസ്റ്റുകളെ മീഡിയത്തിനകത്തേക്ക് ആഡ് ചെയ്യാറുള്ളത്. അതുപോലെ ബയോളജിക്കലായിട്ടുള്ള കാറ്റലിസ്റ്റുകളെയാണ് നമ്മൾ എൻസൈംസ് എന്ന് വിളിക്കുന്നത്. They are highly specific to its substrate and have great catalytical power. That is, they enhance the rate of the reaction tremendously without being changed. അവർ ഹൈലി സ്പെസിഫിക് ആണ്, അവരുടെ സബ്സ്ട്രേറ്റിന് ഹൈലി സ്പെസിഫിക് ആണ്. അതായത് ഒരു എൻസൈം ഒരു പർട്ടിക്കുലർ സബ്സ്ട്രേറ്റുമായിട്ട് മാത്രമാണ് ബൈൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുകയുള്ളൂ. ദേ ഹാവ് ഗ്രേറ്റ് കാറ്റലിറ്റിക്കൽ പവർ. ഒക്കെ വളരെ നല്ല കാറ്റലിറ്റിക്കൽ പവർ ആയിരിക്കും ഉണ്ടാവുക. ദാറ്റ് ഈസ് ദേ ക്യാൻ എൻഹാൻസ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ട്രമൻഡസ്ലി വിത്തൗട്ട് ബീങ് ചേഞ്ച്. അവർക്ക് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വളരെ പെട്ടെന്ന് തന്നെ ഇൻക്രീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ഒരു റിയാക്ഷൻ്റെ സ്പീഡ് വളരെ പെട്ടെന്ന് തന്നെ ഇൻക്രീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. വിത്തൗട്ട് ബീങ് ചേഞ്ച് ചെയ്യാണ്ട് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ മാത്രം ഇൻക്രീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി എൻസൈംസിനാണ് ഉള്ളത്. All enzymes are proteins with exception of some small group of catalytical RNA molecules called ribozymes. എല്ലാ എൻസൈംസും പ്രോട്ടീൻസ് ആണ്. അതിനൊരു ചെറിയ എക്സെപ്ഷൻ ഉള്ളത് ചില കാറ്റലിറ്റിക്കൽ ആയിട്ടുള്ള RNA മോളിക്യൂൾസ് ആണ്. അതിനെ നമ്മൾ റൈബോസൈംസ് എന്നാണ് പറയുന്നത്. ലൈക്ക് പ്രോട്ടീൻസ്, മോളിക്കുലാർ വെയ്റ്റ് ഓഫ് എൻസൈംസ് റേഞ്ചസ് ഫ്രം അറൌണ്ട് 2000 ടു മോർ ദാൻ 1 മില്യൺ ഡാൽട്ടൺ. പ്രോട്ടീൻസിനെ പോലെ തന്നെ എൻസൈംസിൻ്റെ മോളിക്കുലാർ വെയ്റ്റും 2000 മുതൽ 1 മില്യൺ ഡാൽട്ടൺ വരെയാണുള്ളത്. Enzymatic activity of proteinaceous enzymes may be affected depending upon the conformational structure as well as its denaturation. പ്രോട്ടീനീഷ്യസ് ആയിട്ടുള്ള എൻസൈംസിൻ്റെ എൻസൈമാറ്റിക് ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യാം കൺഫർമേഷണൽ സ്ട്രക്ചറിനനുസരിച്ച്. അല്ലെങ്കിൽ എൻസൈംസ് ഡീനേച്ചർ ചെയ്ത് കഴിഞ്ഞാലും ഇതിന് എൻസൈമാറ്റിക് ആക്ടിവിറ്റി അഫക്റ്റഡ് ആവും. ചിലപ്പോൾ അവർക്ക് എൻസൈമാറ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റി കാണിക്കാനായിട്ട് പറ്റില്ല. അവരുടെ സ്ട്രക്ചറിൽ എന്തെങ്കിലും കൺഫർമേഷണൽ ചേഞ്ചസ് വന്നാലോ അല്ലെങ്കിൽ ആ പ്രോട്ടീൻ ഡീനേച്ചർ ചെയ്ത് പോയി കഴിഞ്ഞാലോ അവർക്ക് എൻസൈമാറ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റി കാണിക്കാനായിട്ട് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന അത്രയും എമൗണ്ടിൽ തന്നെ കാണിക്കാനായിട്ട് അവർക്ക് പറ്റാറില്ല. Now coming on to the history of enzymes. The term enzyme was coined in 1878 by Friedrich Wilhelm Kuhn. എൻസൈം എന്ന് പറഞ്ഞ ടേം കോയിൽ ചെയ്തത് 1878 ഫെഡറിച്ച് വിൽഹെം കുഹി ആണ് അത് കോയിൽ ചെയ്തത്. ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ദാറ്റ് ഹാഡ് പ്രീവിയസ്ലി ബീൻ കോൾഡ് ഫെർമെൻറ്റ്സ്. ബയോ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ എൻസൈംസിനെ പണ്ട് വിളിച്ചുകൊണ്ടിരുന്നത് ഫെർമെൻറ്റ്സ് എന്നാണ്. മാനിഫെസ്റ്റേഷൻസ് ഓഫ് നേച്ചേഴ്സ് ഇംപേഷ്യൻസ് എന്ന് നമ്മൾ അവരെ പറയാറുണ്ട്. നേച്ചറിൻ്റെ ഇംപേഷ്യൻസിൻ്റെ ക്ഷമയില്ലായ്മയുടെ ഒരു മാനിഫെസ്റ്റേഷനാണ് എൻസൈംസ് എന്ന് പറയുന്നത്. ദ എൻസൈം ലിറ്ററലി മീൻസ് ഇൻ ഈസ്റ്റ്. എൻസൈം എന്ന് പറഞ്ഞ ടേം കോയിൽ ചെയ്തിരിക്കുന്നത് ഇൻ ഈസ്റ്റ് എന്ന് പറഞ്ഞ എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ എന്നും സൈം എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് എന്നുമാണ് അർത്ഥം. ബിക്കോസ് ഓഫ് ദ മോസ്റ്റ് റെക്കഗ്നൈസബിൾ റിയാക്ഷൻ പോപ്പുലർലി നോൺ ആസ് ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ ബൈ സൈമേസ് എൻസൈം ഇൻ ഈസ്റ്റ്. ഇങ്ങനെയൊരു ടേം വരാനുള്ള കാരണം, എൻസൈം എന്ന് പറഞ്ഞൊരു ടേം വരാനുള്ള കാരണം പോപ്പുലർ ആയിട്ടുള്ളൊരു റിയാക്ഷനാണ് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ. ഈസ്റ്റ് നടത്തുന്ന ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ സൈമേസ് എന്ന് പറഞ്ഞ എൻസൈമാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതിൽ നിന്നാണ് എൻസൈം എന്ന് പറഞ്ഞൊരു ടേം കോയിൽ ചെയ്ത് വന്നത് ഈസ്റ്റിൽ നിന്ന്. ഇൻ ഈസ്റ്റിൽ നടന്ന ഇതെന്ന് ഉള്ള മീനിങ്ങിൽ. നൗ ഡിഫറൻസ് ഫ്രം കാറ്റലിസ്റ്റ്. Like catalyst, the enzymes do not alter the chemical equilibrium point of a reversible reaction, but only the speed of the reaction's change. കാറ്റലിസ്റ്റുകളെ പോലെ തന്നെ എൻസൈംസ് ഒരു റിയാക്ഷൻ്റെ കെമിക്കൽ ഇക്വിലിബ്രിയത്തിനകത്ത് ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ കെമിക്കൽ ഇക്വിലിബ്രിയം പോയിൻറ്റിനകത്ത് ഓൾട്ടറേഷൻസ് ഒന്നും എൻസൈംസ് വരുത്തുന്നില്ല. ബട്ട് സ്പീഡ് ഓഫ് ദ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഡിഫർ ഫ്രം കാറ്റലിസ്റ്റ് ഇൻ ബീങ് ദ ബയോളജിക്കൽ പ്രോഡക്ട്സ് ദാറ്റ് ഇസ് പ്രൊഡ്യൂസ് ഫ്രം ലിവിങ് സെൽസ്. എൻസൈംസും കാറ്റലിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റലിസ്റ്റ് ബയോളജിക്കൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ല, എൻസൈംസ് എന്ന് പറയുന്ന ബയോളജിക്കൽ പ്രോഡക്റ്റാണ്, ലിവിങ് സെൽസിൽ കാണുന്നതാണ്. അൺലൈക്ക് കാറ്റലിസ്റ്റ്, എൻസൈംസ് കനോട്ട് ലാസ്റ്റ് ഇൻഡെഫിനിറ്റ്ലി ഇൻ എ റിയാക്ഷൻ സിസ്റ്റം സിൻസ് ദേ ബീങ് കൊളോയിഡൽ ഇൻ നേച്ചർ. കാറ്റലിസ്റ്റുകളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻസൈംസിന് ഒരു മീഡിയത്തിനകത്ത് ഇൻഡെഫിനിറ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. കാരണം അവർ കൊളോയിഡൽ ഇൻ നേച്ചറാണ്. ഓഫൺ ബിക്കം ഡാമേജ്ഡ്
or inactivated by the reactions they catalyze. മിക്കവാറും അവർ ഡാമേജ് ആവുക അല്ലെങ്കിൽ ഇനാക്ടിവേറ്റഡ് ആയോ കാണാറുണ്ട്. They must be replaced constantly for further synthesis in the body. അവരെ എപ്പോഴും നമ്മൾ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കണം for further synthesis in the body. Unlike catalysts, most individual enzymes are very specific in that they act either on a single or at a most on some structurally related substrates. കാറ്റലിസ്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എൻസൈംസ് ഒന്നല്ലെങ്കിൽ സിംഗ്ലി ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ സം സ്ട്രക്ചറലി റിലേറ്റഡ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ്സും സ്പെസിഫിക് ആയിട്ടായിരിക്കാം അവർ ആക്ട് ചെയ്യാറുള്ളത്. Now coming on to enzymes as biological catalyst. Enzymes are proteins that increase the rate of the reaction by lowering the energy of activation. Enzymes എന്ന് പറയുന്ന പ്രോട്ടീൻസ് ആണ്. അവർ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്? അവർ എനർജി ഓഫ് ആക്ടിവേഷൻ അല്ലെങ്കിൽ ആക്ടിവേഷൻ എനർജീനെ ഡിക്രീസ് ചെയ്തുകൊണ്ടാണ് അവർ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ദ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് എനർജി ഓഫ് ആക്ടിവേഷനെ ലോവർ ചെയ്തുകൊണ്ടാണ്. They catalyze nearly all the chemical reactions taking place in the cells of the body. ബോഡിയിലെ സെൽസിലുള്ള ഒരുവിധം എല്ലാ കെമിക്കൽ റിയാക്ഷൻസും കാറ്റലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി എൻസൈംസിനുണ്ട്. അൺകാറ്റലൈസ്ഡ് ബയോ റിയാക്ഷൻസ് ആർ സ്ലോ ആൻഡ് സ്ലഗിഷ് ആൻഡ് എൻസൈംസ് ക്യാൻ ആക്സിലറേറ്റ് ദം ആൻഡ് കൺട്രോൾ ദെയർ റേറ്റ്. എൻസൈംസ് ഇല്ലാത്ത റിയാക്ഷൻസ് ആണെങ്കിൽ അതാണ് അൺകാറ്റലൈസ്ഡ് ബയോ റിയാക്ഷൻസ് എന്ന്. അത് ഭയങ്കര സ്ലോയും സ്ലഗിഷ് ഇൻ നേച്ചറുമാണ്. എൻസൈംസ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് എൻസൈംസ് അങ്ങനെയുള്ള റിയാക്ഷൻസിനെ ആക്സിലറേറ്റ് ചെയ്യാൻ, സ്പീഡപ്പ് ചെയ്യാനും അവരുടെ റേറ്റ് കൺട്രോൾ ചെയ്യാനുമുള്ള കപ്പാസിറ്റി എൻസൈംസിനുണ്ട്. എൻസൈംസ് ഹാവ് യൂണീക്ക് 3-dimensional ഷേപ്സ് ദാറ്റ് ഫിറ്റ് ദ ഷേപ്പ് ഓഫ് ദ റിയാക്റ്റൻസ്. റിയാക്റ്റൻസിൻ്റെ ഷേപ്പുമായിട്ട് ഫിറ്റ് ചെയ്യാവുന്ന യുണീക്കായിട്ടുള്ള 3-dimensional ഷേപ്സാണ് എൻസൈംസിനുള്ളത്. ഇവിടെ നോക്കി ഏതൊരു ഗ്രാഫാണ് അല്ലെങ്കിൽ ഒരു ചാർട്ടാണ്. ഇതിനകത്ത് അൺകാറ്റലൈസ്ഡ് ആയിട്ടുള്ള റിയാക്ഷൻ ആണെങ്കിൽ അതാണ് വയലറ്റ് കളറിൽ കാണിച്ചേക്കുന്നത്. അതിന് അത്രയും എമൗണ്ട് ഓഫ് എനർജി, ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് ഹൈ എമൗണ്ട് ഓഫ് ആക്ടിവേഷൻ എനർജി അങ്ങനെയുള്ള റിയാക്ഷൻസിന്. അൺകാറ്റലൈസ്ഡ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് എങ്കിൽ ഹൈ എമൗണ്ട് ഓഫ് ആക്ടിവേഷൻ വേണം. പക്ഷേ കാറ്റലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസ് ആണ് എങ്കിൽ അതിന് കുറച്ചും കൂടെ ലോ എമൗണ്ട് ഓഫ് ആക്ടിവേഷൻ എനർജി മതി. The substances upon which enzymes act are called substrates. ഏത് സബ്സ്റ്റൻസിലാണോ എൻസൈം ആക്ട് ചെയ്യുന്നത് അതിനെ നമ്മൾ സബ്സ്ട്രേറ്റ്സ് എന്നാണ് പറയുന്നത്. A living system may contain many thousand kinds of enzymes positioned in definite locations. ഒരു ലിവിങ് സിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ലിവിങ് ഓർഗാനിസം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1000 kinds of enzymes കാണും. അതെല്ലാം ഓരോ ഡെഫിനറ്റ് ആയിട്ടുള്ള പൊസിഷൻസിലായിരിക്കും അല്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസിലായിരിക്കും കാണാനായിട്ട് പറ്റുക. Many of them do not act independently but in active teams or chains with mutual control and coordination. മിക്കതും ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കില്ല ആക്ട് ചെയ്യുന്നത്, ചിലതൊരു ടീമായിട്ട് അല്ലെങ്കിൽ ഒരു ചെയിനായിട്ടായിരിക്കും. അങ്ങനെ ഒരു മ്യൂച്വൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ വഴിയായിരിക്കാം ആക്ട് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു എൻസൈം ഒരു റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നു അങ്ങനെ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ ഒരു ചെയിൻ ഓഫ് റിയാക്ഷൻസ് അല്ലെങ്കിൽ ഒരു ടീം വർക്ക് ആയിട്ടായിരിക്കാം അവർ റിയാക്ഷൻസ് കാറ്റലൈസ് ചെയ്യുന്നത്. സച്ച് എൻസൈം ചെയിൻസ് ആർ കോൾഡ് മൾട്ടി എൻസൈം സിസ്റ്റംസ്. കുറേ എൻസൈംസ് ആക്ട് ചെയ്തിട്ടാണ് ഒരു റിയാക്ഷൻ ചെയിൻ നടത്തുന്നതെങ്കിൽ അതിന് നമ്മൾ മൾട്ടി എൻസൈം സിസ്റ്റംസ് എന്ന് പറയാറുണ്ട്. They bring about chains of interrelated and sequential reactions known as metabolic pathways. അവരാണ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീക്വൻഷ്യൽ ആയിട്ടുള്ള റിയാക്ഷൻസ് ഒന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത റിയാക്ഷൻ, അങ്ങനെ സീക്വൻഷ്യൽ ആയിട്ടുള്ള റിയാക്ഷൻസ് മെറ്റബോളിക് പാത്വേസിനകത്തുള്ള റിയാക്ഷൻസ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്യുന്നത് ആക്ച്വലി മൾട്ടി എൻസൈം സിസ്റ്റംസ് ആണ്, ഒരു ഗ്രൂപ്പ് ഓഫ് എൻസൈം സിസ്റ്റംസ് ആണ്. ഇൻ സച്ച് എ പാത്വേ ദ പ്രോഡക്റ്റ് ഓഫ് വൺ റിയാക്ഷൻ ഫോംസ് സബ്സ്ട്രേറ്റ് ഓഫ് ദ നെക്സ്റ്റ് റിയാക്ഷൻ. അങ്ങനെയുള്ളതിനകത്ത് ഒരു എൻസൈമിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കാം മറ്റേ റിയാക്ഷൻ്റെ സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഗ്ലൈക്കോളിസിസിനകത്ത് ആദ്യം ആരാ ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നത് ഹെക്സോകൈനേസ് എന്ന് പറഞ്ഞൊരു എൻസൈമാണ്. ഇങ്ങനെയുള്ള ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിനെ പിന്നീട് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നുണ്ട്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഐസോമറൈസ് എന്ന് പറഞ്ഞ എൻസൈമാണ്. അങ്ങനെ അപ്പോൾ ഓരോ സ്റ്റെപ്പിനകത്തും ഒരു റിയാക്ഷൻ്റെ ആക്ച്വലി ഹെക്സോകൈനേസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആണ് അടുത്ത എൻസൈമായിട്ടുള്ള ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഐസോമറേസിൻ്റെ സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആക്ച്വലി മറ്റേ എൻസൈമിൻ്റെ പ്രോഡക്റ്റാണ്. അങ്ങനെയാണ് ആക്ച്വലി മൾട്ടി എൻസൈം സിസ്റ്റംസ് അല്ലെങ്കിൽ മെറ്റബോളിക് പാത്വേസിനകത്ത് എൻസൈംസ് ആക്ട് ചെയ്യുന്നത്. മൾട്ടി എൻസൈം കോംപ്ലക്സസ്. സം എൻസൈംസ് എക്സിസ്റ്റ് ആസ് active functional complexes called multi-enzyme complexes to
ടു കാറ്റലൈസ് മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻസ് ഓർ റിയാക്ഷൻ കോംപ്ലക്സസ്. ചില എൻസൈംസ് ആക്റ്റീവായിട്ടുള്ള ഫങ്ഷണൽ കോംപ്ലക്സുകളായിട്ട് നോൺ ആസ് മൾട്ടി എൻസൈം കോംപ്ലക്സസ് ടു കാറ്റലൈസ് മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻസ്, പല സ്റ്റെപ്പിലുള്ള റിയാക്ഷൻസ് അല്ലെങ്കിൽ റിയാക്ഷൻ കോംപ്ലക്സുകളെയൊക്കെ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൾട്ടി എൻസൈം കോംപ്ലക്സുകളായിട്ട് ചില എൻസൈംസ് ആക്ട് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിളാണ് പൈറുവിക് ആസിഡ് ഡീഹൈഡ്രോജനേസ് കോംപ്ലക്സ്. പൈറുവിക് ആസിഡ് ഡീഹൈഡ്രോജനേസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് ആണ്, ഒരു മൾട്ടി എൻസൈം കോംപ്ലക്സുകളാണ്. മൾട്ടി സ്റ്റെപ്പിലുള്ള റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാനുള്ളൊരു കോംപ്ലക്സ് ആണ് പൈറുവിക് ആസിഡ് ഡീഹൈഡ്രോജനേസ് എന്ന് പറഞ്ഞൊരു എൻസൈം. ഇറ്റ് മീഡിയേറ്റ്സ് എ കൺവേർഷൻ ഓഫ് പൈറുവിക് ആസിഡ് ടു അസറ്റൈൽ കോഎൻസൈം എ. പൈറുവിക് ആസിഡിനെ അസറ്റൈൽ കോഎൻസൈം എ ആക്കി മാറ്റാനുള്ള കപ്പാസിറ്റി പൈറുവിക് ആസിഡ് ഡീഹൈഡ്രോജനേസ് കോംപ്ലക്സിനുണ്ട്. നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ് ഫാറ്റി ആസിഡ് സിന്തറ്റേസ് കോംപ്ലക്സ്. ഫാറ്റി ആസിഡ് സിന്തറ്റേസ് കോംപ്ലക്സ് ആണ് മീഡിയേറ്റ്സ് എ കൺവേർഷൻ ഓഫ് അസറ്റൈൽ കോഎൻസൈം എ to malonyl coenzyme A, acetyl coenzyme A and malonyl coenzyme A to palmitic acid. Fatty acid synthetase complex ആണ് അസറ്റൈൽ coenzyme A നെയും malonyl coenzyme A നെയും palmitic acid ആക്കി മാറ്റുന്നത്. Now coming on to exoenzymes and endoenzymes. All enzymes are produced within the cell. എല്ലാ എൻസൈംസും സെൽസിനകത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മിക്ക എൻസൈംസും സെൽസിനകത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Those which function inside the cell are called endoenzymes or intracellular enzymes. സെല്ലിനകത്ത് ഫങ്ഷൻ ചെയ്യുന്ന എൻസൈംസിനെയാണ് നമ്മൾ എൻഡോ എൻസൈംസ് അല്ലെങ്കിൽ ഇൻട്രാസെല്ലുലാർ എൻസൈംസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓൾ മെറ്റബോളിക് എൻസൈംസ് ആൻഡ് റെസ്പിറേറ്ററി എൻസൈംസ് ആർ എൻഡോ എൻസൈംസ്. എല്ലാ മെറ്റബോളിക് എൻസൈംസും റെസ്പിറേറ്ററി എൻസൈംസും എൻഡോ എൻസൈംസ് ആണ്, സെൽസിനകത്ത് വർക്ക് ചെയ്യുന്ന എൻസൈംസ് ആണ്. എക്സാമ്പിളാണ് സൈറ്റോക്രോംസ്. In multicellular organisms, some of them act outside the cell. They are called exoenzymes or extracellular enzymes. ചില മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസിനകത്ത് ചില എൻസൈംസ് ബോഡിക്ക് പുറത്ത് ആക്ട് ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ എക്സോ എൻസൈംസ് അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ എൻസൈംസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഹൈഡ്രോളിറ്റിക് ഡൈജസ്റ്റീവ് എൻസൈംസ്, ഇത് എലിമെൻ്ററി കനാലർ എക്സോ എൻസൈംസ്. എലിമെൻ്ററി കനാലിലെ ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ മിക്കവാറും തന്നെ എക്സോ എൻസൈംസ് ആണ്. എക്സാമ്പിളാണ് അമൈലേസസ്, പ്രോട്ടിയേസസ്, ലിപ്പേസസ് ഒക്കെ എക്സോ എൻസൈംസ് ആണ്. ഇതാണ് എൻഡോ എൻസൈംസും എക്സോ എൻസൈംസും. എൻഡോ എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിക്ക് അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ എൻഡോ എൻസൈംസ് എന്ന് പറയും. ബോഡിക്ക് പുറത്താണെങ്കിൽ നമ്മളതിനെ എക്സോ എൻസൈംസ് എന്ന് പറയും. Now coming on to constitutive and inducible enzymes. Some enzymes are present always as normal cellular constituents. They are called constitutive enzymes. ചില എൻസൈംസ് എപ്പോഴും നോർമലായിട്ടുള്ള സെല്ലുലാർ കോൺസ്റ്റുവൻ്റ് ആയിട്ട് സെല്ലിനകത്ത് പ്രസൻ്റ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ അതിന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ടീവ് എൻസൈംസ് എന്ന് പറയും. എക്സാമ്പിൾ സൈറ്റോക്രോം ഓക്സിഡേസ് ആണ് ഒരു എക്സാമ്പിൾ. അതായത് ചില എൻസൈംസ് സെല്ലിനകത്ത് നോർമലായിട്ടുള്ളൊരു കോൺസ്റ്റുവൻ്റ് ആയിട്ട് എപ്പോഴും പ്രസൻ്റ് ആണ് എങ്കിൽ നമ്മളതിനെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് എൻസൈംസ് എന്ന് പറയും. സം എൻസൈംസ് ആർ പ്രൊഡ്യൂസ്ഡ് ഓൺലി വെൻ ദ സബ്സ്ട്രേറ്റ്സ് ആർ അവൈലബിൾ. ചില എൻസൈംസ് അവരുടെ സബ്സ്ട്രേറ്റ് പ്രസൻ്റ് ആണെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള എൻസൈംസിനെയാണ് നമ്മൾ ഇൻഡ്യൂസിബിൾ എൻസൈംസ് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ദ പ്രസൻസ് ഓഫ് ദ സബ്സ്ട്രേറ്റ് ഇൻഡ്യൂസസ് ദ പ്രൊഡക്ഷൻ. അല്ലെങ്കിൽ അവരുടെ സബ്സ്ട്രേറ്റ് ഉണ്ടായെങ്കിൽ മാത്രമേ അവരുടെ പ്രൊഡക്ഷൻ ഇൻഡ്യൂസ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള എൻസൈംസിൻ്റെ പ്രൊഡക്ഷൻ ഇൻഡ്യൂസ് ചെയ്യുള്ളൂ. സോ ദേ ആർ കോൾഡ് ഇൻഡ്യൂസിബിൾ എൻസൈംസ്. അങ്ങനെയുള്ള എൻസൈംസിനെയാണ് നമ്മൾ ഇൻഡ്യൂസിബിൾ എൻസൈംസ് എന്ന് പറയുന്നത്. ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് നമ്മുടെ ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം. Its synthesis is induced by the presence of lactose. ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈമിൻ്റെ സിന്തസിസ് ഇൻഡ്യൂസ് ചെയ്യുന്നത് ലാക്ടോസ് എന്ന് പറഞ്ഞ ഷുഗറാണ്. ലാക്ടോസ് പ്രസൻ്റ് ആണെങ്കിൽ മാത്രമാണ്, നിങ്ങൾ ലാക്കോപ്രോൺ കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ? ലാക്ടോസ് പ്രസൻ്റ് ആണെങ്കിൽ മാത്രമാണ് ലാക്കോപ്രോൺ ഓണായിട്ട് വരുള്ളൂ. ലാക്കോപ്രോൺ ഓൺ ആണെങ്കിൽ മാത്രമാണ് ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറഞ്ഞ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇൻഡ്യൂസിബിൾ എൻസൈംസ്, അതായത് സബ്സ്ട്രേറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇൻഡ്യൂസിബിൾ എൻസൈംസ് എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂട്ടീവ് എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എൻസൈം നമ്മുടെ ബോഡിയിൽ നോർമലായിട്ടുള്ളൊരു സെല്ലുലാർ കോൺസ്റ്റുവൻ്റ് ആയിട്ട് പ്രസൻ്റ് ആണ് എങ്കിൽ നമ്മളതിനെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് എൻസൈം എന്ന് പറയും. അതായത് എപ്പോൾ നമ്മൾ ബോഡിയിൽ ഏത് സെല്ല് നമ്മൾ എടുത്താലും അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എൻസൈം എപ്പോഴും ഉണ്ട് എങ്കിൽ നമ്മളതിനെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് എൻസൈം എന്ന് പറയും. ഇൻഡ്യൂസിബിൾ എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ട്രേറ്റ് ഉണ്ടെങ്കിൽ മാത്രം, ആ എൻസൈമിൻ്റെ സബ്സ്ട്രേറ്റ് പ്രസൻ്റ് ആണെങ്കിൽ മാത്രമാണ് ആ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ളതിന് നമ്മൾ ഇൻഡ്യൂസിബിൾ എൻസൈം എന്ന് പറയും. ഇവിടെ ആക്ച്വലി പ്രസൻസ് ഓഫ് ദ സബ്സ്ട്രേറ്റ് ആണ് ആ എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് സൈമേസസ് ആൻഡ് സൈമോജൻസ്.
സൈമേസസും സൈമോജൻസും. മോസ്റ്റ് എൻസൈംസ് ആർ സെക്രീറ്റഡ് ആസ് ആക്റ്റീവ് ഫോംസ് കോൾഡ് സൈമേസസ് ഓർ ആക്റ്റീവ് എൻസൈംസ്. മിക്ക എൻസൈംസും അവരുടെ ആക്റ്റീവ് ഫോമായിട്ടുള്ള സൈമേസസ് അല്ലെങ്കിൽ ആക്റ്റീവ് എൻസൈംസ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. സോ ദേ ക്യാൻ ആക്ട് ഡയറക്ട്ലി അപ്പോൺ ദ സബ്സ്ട്രേറ്റ്സ്. സോ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അവരുടെ സബ്സ്ട്രേറ്റ്സിൽ പോയി ആക്ട് ചെയ്യാനായിട്ട് പറ്റും വിത്തൗട്ട് അണ്ടർഗോയിങ് എനി കെമിക്കൽ മോഡിഫിക്കേഷനോ ഫങ്ഷണൽ മച്ചുറേഷനോ. ഒരു കെമിക്കൽ മോഡിഫിക്കേഷനോ ഫങ്ഷണൽ ആയിട്ടുള്ള മച്ചുറേഷനോ ഒന്നും അണ്ടർഗോ ചെയ്യാണ്ട് ഡയറക്റ്റായിട്ട് അവരുടെ സബ്സ്ട്രേറ്റ്സിൽ തന്നെ പോയി ആക്ട് ചെയ്യാവുന്ന ആക്റ്റീവായിട്ടുള്ള എൻസൈമുകളെയാണ് നമ്മൾ സൈമേസസ് എന്ന് പറയുന്നത്. ഓൾ ഇൻട്രാസെല്ലുലാർ എൻസൈംസ് ആർ സൈമേസസ്. എല്ലാ സെല്ലിനകത്ത് കാണുന്ന എൻസൈംസും മിക്കവാറും തന്നെ സൈമേസസ് ആണ്. അവരുടെ ആക്റ്റീവ് ഫോമിലാണ് അവരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. എക്സാമ്പിളാണ് ഗ്ലൈക്കോളിറ്റിക് എൻസൈംസ്, ഗ്ലൈക്കോളിസിസിനകത്തുള്ള എൻസൈംസ് എല്ലാം, അതുപോലെ ക്രെബ് സൈക്കിളിനകത്തുള്ള എൻസൈംസ് ഒക്കെ സൈമേസസ് ആണ്. ദേ ആർ സെക്രീറ്റഡ് ഇൻ ദർ ആക്റ്റീവ് ഫോം. Now coming on to cymogens. Some enzymes are secreted in their inactive or precursor forms called cymogens or proenzymes. ചില എൻസൈംസ് അവരുടെ ഇനാക്റ്റീവ് ഫോം അല്ലെങ്കിൽ പ്രിക്കേഴ്സർ ഫോമിലാണ് സിന്തസൈസ് ചെയ്യുന്നത്. അതിനെയാണ് അവർ സൈമോജൻസ് അല്ലെങ്കിൽ പ്രോ എൻസൈംസ് എന്ന് പറയുന്നത്. ദേ ആർ മെയ്ഡ് ആക്റ്റീവ്ലി ഫങ്ഷനിങ് ബൈ സർട്ടൺ ആക്ടിവേറ്റിംഗ് എൻസൈംസ് ഓർ ഏജൻറ്റ്സ്. അവരെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ചില ആക്ടിവേറ്റിംഗ് എൻസൈംസോ ഏജൻറ്റ്സോ ആക്ട് ചെയ്യാറുണ്ട്. The extracellular digestive enzymes pepsin, trypsin and chymotrypsin are typical examples. ഇതിന് എക്സാമ്പിളാണ് ഡൈജസ്റ്റീവ് എൻസൈംസ് ആയിട്ടുള്ള പെപ്സിൻ, ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ ഒക്കെ. They are secreted as pepsinogen, trypsinogen and chymotrypsinogen respectively. അവരെല്ലാം ഇനാക്റ്റീവ് ഫോമായിട്ടുള്ള പെപ്സിനോജൻ, ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ എന്നുള്ള ഫോംസിലാണ് പ്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. പെപ്സിനോജൻ ഇസ് ആക്ടിവേറ്റഡ് ബൈ HCl. HCl ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡാണ് പെപ്സിനോജനെ പെപ്സിനാക്കി മാറ്റുന്നത്. ആക്റ്റീവ് ഫോമായിട്ടുള്ള പെപ്സിനാക്കി മാറ്റുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ട്രിപ്സിനോജൻ ബൈ ദ എൻസൈം എൻഡ്രോകൈനേസ്. ട്രിപ്സിനോജനെ ട്രിപ്സിനാക്കി മാറ്റുന്നത് എൻഡ്രോകൈനേസ് എന്ന് പറഞ്ഞ എൻസൈമും കൈമോട്രിപ്സിൻ എന്ന് പറഞ്ഞ ആക്റ്റീവ് ഫോമാക്കി മാറ്റുന്ന ട്രിപ്സിൻ എന്ന് പറഞ്ഞ എൻസൈമുമാണ്. അപ്പോൾ എൻസൈംസ് ആക്റ്റീവ് ഫോമിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ സൈമേസസ് എന്ന് പറയും. ഇനാക്റ്റീവ് ഫോമിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് പിന്നീട് അത് ആക്റ്റീവാക്കി മാറ്റുവാണെങ്കിൽ നമ്മളതിനെ സൈമോജൻസ് എന്ന് പറയും. നെക്സ്റ്റ് വരുന്ന കാറ്റഗറിയാണ് എക്സ്ട്രീമോസൈംസ്. Extremoscimes or high temperature enzymes are the enzymes which function optimally under the extreme conditions of temperature, pH, etc. Extremoscimes അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ എൻസൈംസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു എക്സ്ട്രീം കണ്ടീഷനിലായിരിക്കും. അവർ ഒരു എക്സ്ട്രീം കണ്ടീഷനിലുള്ള pH, ടെമ്പറേച്ചർ ഒക്കെ ആയിരിക്കും അവരുടെ ഫങ്ഷൻ ആക്റ്റീവ് ആവാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ ഒപ്റ്റിമം കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്നത് എക്സ്ട്രീം pHലും എക്സ്ട്രീം ടെമ്പറേച്ചർ കണ്ടീഷൻസിലും ആയിരിക്കും. Examples are the enzymes of hyperthermophilic sulfur reducing bacteria. അതിന് എക്സാമ്പിളാണ് ഹൈപ്പർതെർമോഫിലിക് ആയിട്ടുള്ള സൾഫർ റെഡ്യൂസിങ് ബാക്ടീരിയയുടെ എൻസൈംസ്. These bacteria grow and divide at optimum rate well above 100 degrees Celsius and their enzymes are mostly active above 100 degrees Celsius. ഈ ബാക്ടീരിയ തന്നെ വളരുന്നത് 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള കണ്ടീഷൻസിൽ മാത്രമാണ് ഈ ബാക്ടീരിയ വളരുകയുള്ളൂ. സോ അതിനകത്തുള്ള എൻസൈംസും 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള കണ്ടീഷൻ സർവൈവ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള അവ ആ റേഞ്ചിനകത്ത് എൻസൈമാറ്റിക് ആക്ടിവിറ്റി കാണിക്കുന്ന എൻസൈമുകളായിരിക്കും. നെക്സ്റ്റ് കാറ്റഗറിയാണ് ആപ്സൈംസ് അല്ലെങ്കിൽ ആൻറ്റിബോഡി എൻസൈംസ് ആർ കാറ്റലിറ്റിക്കൽ ആൻറ്റിബോഡീസ് വിച്ച് ക്യാൻ ഫങ്ഷൻ ആസ് എൻസൈംസ് ടു കാറ്റലൈസ് സ്പെസിഫിക് ബയോകെമിക്കൽ റിയാക്ഷൻസ്. സ്പെസിഫിക് ആയിട്ടുള്ള ബയോകെമിക്കൽ റിയാക്ഷൻസ് കാറ്റലൈസ് ചെയ്യാനായിട്ടുള്ള കാറ്റലിറ്റിക്കൽ ആയിട്ടുള്ള ആൻറ്റിബോഡീസിനെയാണ് നമ്മൾ ആപ്സൈംസ് അല്ലെങ്കിൽ ആൻറ്റിബോഡി എൻസൈംസ് എന്ന് പറയുന്നത്. ദേ ആർ കാറ്റലിറ്റിക്കൽ ആൻറ്റിബോഡീസ് വിച്ച് ക്യാൻ ഫങ്ഷൻ ആസ് എൻസൈംസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന കാറ്റലിറ്റിക്കൽ ആയിട്ടുള്ള ആൻറ്റിബോഡീസിനെയാണ്. അവർക്ക് സ്പെസിഫിക് ബയോകെമിക്കൽ റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാമെങ്കിൽ നമ്മൾ അവരെ ആപ്സൈംസ് എന്ന് പറയും. ഇവരെ നമ്മൾ ഇൻഡ്യൂസിബിൾ എൻസൈംസ് എന്നും പറയാറുണ്ട്. ബിക്കോസ് ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ റെസ്പോൺസ് ടു പ്രസൻസ് ഓഫ് സ്പെസിഫിക് ആൻറ്റിജനിക് മോളിക്യൂൾസ്. സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജനിക് മോളിക്യൂൾസിന് റെസ്പോണ്ടായി മാത്രമാണ് അങ്ങനെയുള്ള ആപ്സൈംസ് അല്ലെങ്കിൽ ആൻറ്റിബോഡി എൻസൈംസ് പ്രൊഡ്യൂസ്ഡ് ആവുകയുള്ളൂ. അതായത് ദേ ആർ ഇൻഡ്യൂസിബിൾ എൻസൈംസ് ബിക്കോസ് ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ റെസ്പോൺസ് ടു ദ പ്രസൻസ് ഓഫ് സ്പെസിഫിക് ആൻറ്റിജനിക് മോളിക്യൂൾസ്. സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജനിക് മോളിക്യൂൾസ് ഫോറിൻ സബ്സ്റ്റൻസ് നമ്മുടെ ബോഡി കയറിയാൽ മാത്രമാണ് ഇങ്ങനെയുള്ള ആപ്സൈംസ് എൻസൈംസ് ആയിട്ട് ആക്ട് ചെയ്ത്
വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് നമ്മളവരെ ഇൻഡ്യൂസിബിൾ എൻസൈംസ് എന്ന് വിളിക്കാറുണ്ട്. ആപ്സൈംസ് അല്ലെങ്കിൽ ആൻറ്റിബോഡി എൻസൈംസ്. ആൻറ്റിബോഡീസ് എൻസൈംസ് ആയിട്ട് ആക്ട് ചെയ്ത് ചില ബയോകെമിക്കൽ റിയാക്ഷൻസ് കാറ്റലൈസ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ആപ്സൈംസ് എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് കാറ്റഗറിയാണ് റൈബോസൈംസ്. റൈബോസൈംസ് നമ്മുടെ ഇൻട്രൊഡക്ടറി പോർഷനിൽ നമ്മൾ പറഞ്ഞായിരുന്നു. റൈബോസൈംസ് അല്ലെങ്കിൽ RNA എൻസൈംസ് നമുക്ക് പറയാനായിട്ട് പറ്റും. ദേ ആർ ദ കാറ്റലിറ്റിക് ഓർ ഓട്ടോ കാറ്റലിറ്റിക് RNA മോളിക്യൂൾസ് വിത്ത് സീക്വൻസ് സ്പെസിഫിക് ക്ലീവേജ് ആക്ടിവിറ്റി. സീക്വൻസ് സ്പെസിഫിക് ആയിട്ടുള്ള ക്ലീവേജ് ആക്ടിവിറ്റി ഉള്ള, സ്പെസിഫിക് സീക്വൻസിൽ ക്ലീവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള കാറ്റലിറ്റിക്കൽ അല്ലെങ്കിൽ ഓട്ടോ കാറ്റലിറ്റിക്കൽ RNA മോളിക്യൂൾസിനെയാണ് നമ്മൾ റൈബോസൈംസ് എന്ന് പറയുന്നത്. ഓട്ടോ കാറ്റാലിസിസ്. It is a phenomenon in which an enzyme catalyzed reaction is promoted by its product. അതിൻ്റെ പ്രോഡക്റ്റ് തന്നെ ഒരു എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷനെ പ്രൊമോട്ട് ചെയ്യുവാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ ഓട്ടോ കാറ്റാലിസിസ് എന്ന് പറയുന്നത്. The act as RNA cutting enzymes and contribute to their own splicing and also to the functioning of ribosomes. അവർ RNA കട്ടിങ് എൻസൈംസ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അവരുടെ തന്നെ സ്പ്ലൈസിങ്ങിന് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അവരുടെ തന്നെ കട്ട് ചെയ്യാനായിട്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അതുപോലെ ഫങ്ഷനിങ് ഓഫ് റൈബോസോംസിനും അവർ റോള് പ്ലേ ചെയ്യാറുണ്ട്. ദേ ഹാവ് ബീൻ ഡിറ്റക്റ്റഡ് ഇൻ വൈറസസ്, പ്ലാന്റ്സ് ആൻഡ് മാമൽസ്. അവരെ നമ്മൾ വൈറസസിനകത്ത്, പ്ലാന്റ്സിനകത്ത്, മാമൽസിനകത്തൊക്കെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. ദ കാറ്റലിറ്റിക്കൽ പ്രോപ്പർട്ടി ഓഫ് RNA വാസ് ഫസ്റ്റ് റിപ്പോർട്ടഡ് ബൈ സിഡ്നി ആൾട്ട്മാൻ, തോമസ് ക്രെക്ക്, സോഗ് ആൻഡ് ഗ്രാബോസ്കി ഇൻ 1982. ഇവർ മൂന്നുപേരും കൂടിയാണ് കാറ്റലിറ്റിക്കൽ പ്രോപ്പർട്ടി ഓഫ് RNA ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. ക്രെക്കിനും ആൾട്ട്മാനും നോബൽ പ്രൈസ് ഫോർ കെമിസ്ട്രി ഇൻ 1989 റിസീവ് ചെയ്തത് ഈ റൈബോസൈംസിനെ ഡിസ്കവർ ചെയ്ത ഇതിനാണ്. ദ ഡിസ്കവറി ദാറ്റ് a non-protein macromolecule can serve as a biological catalyst was a marked deviation from the prevailing concept that all enzymes are proteins. എല്ലാ എൻസൈംസും പ്രോട്ടീൻസ് ആണ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് നോൺ പ്രോട്ടീൻ ആയിട്ടുള്ളൊരു മാക്രോ മോളിക്യൂൾസ് ജസ്റ്റ് RNA ക്യാൻ ആക്ട് ആസ് എ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്നുള്ള ഡിസ്കവറി. സെൽഫ് സ്പ്ലൈസിങ് rRNA ഓഫ് ടെട്രാഹൈമീനിയ തെർമോഫില്ല ആൻഡ് റൈബോന്യൂക്ലിയസ് P ആർ എക്സാമ്പിൾസ് ഓഫ് റൈബോസൈംസ്. റൈബോസൈംസിന് എക്സാമ്പിളാണ് സെൽഫ് സ്പ്ലൈസിങ് rRNA ആൻഡ് റൈബോന്യൂക്ലിയസ് P. സ്വയം സ്പ്ലൈസ് ചെയ്യാവുന്ന RNA മോളിക്യൂൾ, സ്വന്തം RNA തന്നെ സ്പ്ലൈസ് ചെയ്യുന്ന സെൽഫ് സ്പ്ലൈസിങ് rRNA, അതുപോലെ റൈബോന്യൂക്ലിയസ് Pയും റൈബോസൈംസിന് എക്സാമ്പിളാണ്. സെൽഫ് സ്പ്ലൈസിങ് റൈബോസൈംസ് ആൻഡ് സെൽഫ് ക്ലീവിങ് റൈബോസൈംസ് രണ്ട് കാറ്റഗറീസാണ്, സെൽഫ് സ്പ്ലൈസിങ് റൈബോസൈംസും സെൽഫ് ക്ലീവിങ് റൈബോസൈംസും. There are two categories of ribozymes: self-splicing ribozymes അല്ലെങ്കിൽ RNA splicing ribozymes and self-cleaving ribozymes. The fundamental reactions which ribozymes catalyze are trans-esterification and sequence-specific cleavage or hydrolysis of phosphodiester bonds by splitting RNA molecules. ചില ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റിയാക്ഷൻസ് റൈബോസൈംസ് കാറ്റലൈസ് ചെയ്യാറുണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് ട്രാൻസ്-എസ്ട്രിഫിക്കേഷനും സീക്വൻസ് സ്പെസിഫിക് ആയിട്ടുള്ള ക്ലീവേജും. ട്രാൻസ്-എസ്ട്രിഫിക്കേഷൻ അതുപോലെ തന്നെ സീക്വൻസ് സ്പെസിഫിക് ക്ലീവേജ് അല്ലെങ്കിൽ ഹൈഡ്രോളിസിസ് ഓഫ് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഹൈഡ്രോളൈസ് ചെയ്തുകൊണ്ട് RNA മോളിക്യൂൾസിന് സ്പ്ലിറ്റ് ചെയ്യാം. ദേ ക്യാൻ ഓൾസോ കാറ്റലൈസ് പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ. പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷനും അവർക്ക് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ ട്രാൻസ്-എസ്ട്രിഫിക്കേഷൻ റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാം, സീക്വൻസ് സ്പെസിഫിക് ആയിട്ടുള്ള ക്ലീവേജ് കണ്ടക്ട് ചെയ്യാം, അതുപോലെ ഹൈഡ്രോളിസിസ് ഓഫ് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് അതുവഴി സ്പ്ലിറ്റിംഗ് ഓഫ് RNA മോളിക്യൂൾസ് അവർക്ക് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ കാറ്റലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ചില റൈബോസൈംസിനുണ്ട്. RNA ആൻസൈംസ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ അവരെ നമ്മൾ റൈബോസൈംസ് എന്ന് പറയും. റൈബോസൈം വിച്ച് ക്യാൻ സ്പ്ലിറ്റ് അതർ RNAs ഇസ് കോൾഡ് ഹാമർ ഹെഡഡ് റൈബോസൈം ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഷേപ്പ്. ഒരു റൈബോസൈമിന് വേറെ RNA മോളിക്യൂൾസ് സ്പ്ലിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഹാമർ ഹെഡഡ് റൈബോസൈം എന്നാണ് പറയാറുള്ളത്. അതിന് കാരണം അതിൻ്റെ ഷേപ്പാണ്. വെൻ ബോൺസ് ആർ ക്ലീവ്ഡ് ബൈ റൈബോസൈംസ് ദ പ്രോഡക്റ്റ് വിൽ ഹാവ് 3' ഹൈഡ്രോക്സി ആൻഡ് 5' ഫോസ്ഫേറ്റ് ടെർമിനൽ. ഇനി ബോണ്ടുകളെയൊക്കെ റൈബോസൈംസ് ക്ലീവ് ചെയ്യുവാണ് എങ്കിൽ അവർക്കൊരു 3' ഹൈഡ്രോക്സിൽ എൻഡും 3' OH എൻഡും 5' ഫോസ്ഫേറ്റ് ടെർമിനലും ആയിരിക്കും ഉണ്ടാവുക. In contrast to the 5' hydroxy and 2' or 3' phosphate terminal of the products of alkaline hydrolysis of RNA. ഇനി നമ്മൾ ആൽക്കലൈൻ ഹൈഡ്രോളിസ് ആണ് RNAയിൽ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് നേരെ തിരിച്ച് 5' എൻഡിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും 5' OH ഗ്രൂപ്പും
2' അല്ലെങ്കിൽ 3' എൻഡിലായിരിക്കും ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കിട്ടുക. പക്ഷേ റൈബോസൈംസ് വെച്ചാണ് നമ്മൾ ലീവ് ചെയ്യുന്നതെങ്കിൽ അത് കറക്റ്റായിട്ട് 5' എൻഡിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും 3' എൻഡിൽ OH ഗ്രൂപ്പുമായിട്ട് തന്നെ നമുക്ക് കിട്ടും. പറഞ്ഞത് ഒന്നുകൂടെ ക്ലിയർ ആക്കി പറഞ്ഞു തരാം. റൈബോസൈംസ് ആണ് ക്ലീവ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് 5' എൻഡിൽ ഫോസ്ഫേറ്റും 3' എൻഡിൽ OH ഗ്രൂപ്പും ആയിരിക്കും. പക്ഷേ ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് ആണ് ചെയ്യുന്നതെങ്കിൽ നേരെ തിരിച്ചായിരിക്കും. 5' എൻഡിലായിരിക്കും OH, 3' അല്ലെങ്കിൽ 2' എൻഡിലായിരിക്കും ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കിട്ടുക എന്നാണ് പറഞ്ഞത്. ദ സബ്സ്ട്രേറ്റ്സ് ഓഫ് റൈബോസൈംസ് ആർ മോസ്റ്റ്ലി RNA മോളിക്യൂൾസ്. റൈബോസൈംസിൻ്റെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് മിക്ക കേസിനകത്തും RNA മോളിക്യൂൾസ് ആണ്. സംടൈംസ് RNA സബ്സ്ട്രേറ്റ് മേ ഫോം എ പാർട്ട് ഓഫ് ദി എൻസൈം. ചില കേസസിനകത്ത് RNA സബ്സ്ട്രേറ്റ് എന്ന് പറയുന്ന റൈബോസൈമിൻ്റെ തന്നെ ഒരു പാർട്ടാവാനും ചാൻസസ് ഉണ്ട്. Ribozymes and their RNA substrates often enter into base pairing interactions to bring the substrate into reaction. സബ്സ്ട്രേറ്റിനെ റിയാക്ഷനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റൈബോസൈംസും അവരുടെ RNA സബ്സ്ട്രേറ്റ്സും ബേസ് പെയറിംഗ് ഇൻട്രാക്ഷൻസ് അണ്ടർഗോ ചെയ്യാറുണ്ട്. ഇറ്റ് is strongly held that many of the spliceosomes or ribozymes evolved from primordial self-splicing RNA. മിക്ക സ്പ്ലൈസിയോസോംസ് എന്ന് പറയുന്നതും റൈബോസൈംസ് ആണ് പ്രൈമോഡിയൽ ആയിട്ടുള്ള സെൽഫ് സ്പ്ലൈസിങ് RNA ഫോം ചെയ്തതാണ് എന്ന് പറയുന്നു. സ്പ്ലൈസോസോംസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മൾട്ടി കോമ്പണൻറ്റ് റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ കോംപ്ലക്സസ് ആണ് വിച്ച് ആർ ഇൻവോൾവ് ഇൻ RNA സ്പ്ലൈസിങ്. RNA സ്പ്ലൈസിങ്ങിനുള്ള റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ കോംപ്ലക്സുകളെയാണ് നമ്മൾ സ്പ്ലൈസിയോസോംസ് ആണ്. അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രോൺസിനെ റിമൂവ് ചെയ്യുക. പ്രീ mRNA എന്നുള്ള ഈ ഇൻട്രോൺസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് സ്പ്ലൈസിയോസോംസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Now coming on to proteinaceous enzymes. Proteinaceous enzymes are electrically charged, high molecular weight catalytical proteins with controllable activity. ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള ഹൈ മോളിക്കുലാർ വെയിറ്റ് ഉള്ള കാറ്റലിറ്റിക്കൽ പ്രോട്ടീൻസിനെയാണ് നമ്മൾ പ്രൊട്ടീനീഷ്യസ് എൻസൈംസ് പറയുന്നത്. ദർ കാറ്റലിറ്റിക്കൽ പ്രോപ്പർട്ടി ഡിപ്പെൻഡ്സ് അപ്പോൺ ദർ ഇൻടാക്റ്റ് ഓർഗനൈസേഷൻ. അവരെ ഇൻടാക്റ്റ് ഓർഗനൈസേഷനിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ കാറ്റലിറ്റിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇഫ് ആൻ എൻസൈം ഇസ് ഡീനാച്ചുർഡ്, ആ എൻസൈമിനെ നമ്മൾ ഡീനേച്ചർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇറ്റ് ഇസ് ഡിസോസിയേറ്റഡ് ഇൻ ടു സബ് യൂണിറ്റ്സ് ഓർ ഡീഗ്രേഡഡ്, അതായത് ബ്രോക്കൺ ഡൗൺ ഇൻ ടു അമിനോ ആസിഡ് യൂണിറ്റ്സ്, ഇറ്റ്സ് കാറ്റലിറ്റിക്കൽ എബിലിറ്റി യൂഷ്വലി ഗെറ്റ്സ് ലോസ്റ്റ്. അവരുടെ കാറ്റലിറ്റിക്കൽ എബിലിറ്റി ലോസ്റ്റ് ചെയ്ത് പോവാറുണ്ട്. ദ മോളിക്കുലാർ വെയിറ്റ് ഓഫ് എൻസൈം റേഞ്ചസ് ഫ്രം 12,000 to over 1 million. മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്ന എൻസൈംസിൻ്റെ 12,000 to 1 million ഡാൽട്ടൺ ആണ് സാധാരണയായിട്ട് എൻസൈംസിൻ്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത്. എൻസൈംസിനെ നമ്മൾ ഡീനാച്ചുർ ചെയ്യുകയോ, അതായത് അവരെ സബ് യൂണിറ്റ്സ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുകയോ അവരെ ഡീഗ്രേഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ, അമിനോ ആസിഡ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കാറ്റലിറ്റിക്കൽ എബിലിറ്റി ലോസ് ചെയ്ത് പോവാറുണ്ട്. Now coming on to the naming and classification of enzymes. It has been estimated that a living cell contains as many as 104 enzyme molecules capable of catalyzing nearly 2,000 odd kinds of reactions. Slightly more than 1,800 kinds of enzymes are known to date, and about 150 of them has been isolated in crystalline form. During the early period, no systematic scheme was adopted for the classification and nomenclature of enzymes. In 1898, the French biochemist Douglas devised a practical scheme for naming enzymes. ലിവിങ് സെൽസിനകത്ത് 104 എൻസൈംസ് ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനകത്ത് അവർക്ക് തന്നെ 2,000 ഓഡ് കൈൻഡ്സ് ഓഫ് റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇനി 1,800 കൈൻഡ്സ് ഓഫ് എൻസൈംസ് ഇപ്പോൾ നോൺ അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്കിപ്പോൾ അത്ര അറിയാനായിട്ട് പറ്റും. അതിനകത്ത് 150 ഓഫ് ദംനെ നമുക്ക് ക്രിസ്റ്റലൈൻ ഫോമിൽ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഏർലി പീരീഡിനകത്ത് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നില്ല എൻസൈംസിൻ്റെ ക്ലാസിഫിക്കേഷനെ പറ്റി. 1898 ഫ്രഞ്ച് ബയോകെമിസ്റ്റ് ആയിട്ടുള്ള ഡോക്ലസ് ഒരു പ്രാക്ടിക്കൽ സ്കീം ഡെവലപ്പ് ചെയ്തത് ഫോർ നെയിമിംഗ് എൻസൈംസ്. എൻസൈം നോമൻക്ലേച്ചർ. എൻസൈംസ് ആർ നെയിംഡ് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ദ റിയാക്ഷൻ ദേ കാറ്റലൈസ് ഓർ ദ സബ്സ്ട്രേറ്റ്. അവരുടെ സബ്സ്ട്രേറ്റ് അനുസരിച്ച്, അല്ലെങ്കിൽ അവരേത് റിയാക്ഷനാണ് കാറ്റലൈസ് ചെയ്യുന്നത് അതനുസരിച്ചാണ് നമ്മൾ എൻസൈംസിനെ സാധാരണയായിട്ട് നെയിം ചെയ്യാറുള്ളത്. സബ്സ്ട്രേറ്റ് നമുക്കറിയാം, ദ റിയാക്ഷൻ അപ്പോൺ വിച്ച് എ സ്പെസിഫിക് എൻസൈം ആക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. എൻസൈം ഫിസിക്കലി ബൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് സബ്സ്ട്രേറ്റുമായിട്ട്. സഫിക്സ് ഓഫ് എൻ എൻസൈം എന്ന് പറയുന്നത്, എൻസൈമിൻ്റെ സഫിക്സ് എപ്പോഴും എൻഡിങ് എപ്പോഴും ASE ഏസിലായിരിക്കും തീരുക. ഫോർ എക്സാമ്പിളാണ് ലാക്ടേസ്, അമൈലേസ്, ലിപ്പേസ്, പ്രോട്ടിയേസ് എല്ലാം ഏസിലാണ് തിരിക്കുന്നത്. സഫിക്സ് ഓഫ് എൻ എൻസൈം എപ്പോഴും ASEയിലായിരിക്കും തീരുക. ഇറ്റ് ഡിനോട്ട്സ് എൻ എൻസൈം.
സം ഡൈജസ്റ്റീവ് എൻസൈംസ് ഹാവ് ദ സഫിക്സ് ഇൻ. ചില ഡൈജസ്റ്റീവ് എൻസൈംസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇൻ എന്ന് പറഞ്ഞതിനകത്തും എൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിളാണ് പെപ്സിൻ, ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ. പെപ്സിൻ ഡൈജസ്റ്റീവ് എൻസൈംസ് ആയിട്ടുള്ള പെപ്സിൻ, ട്രിപ്സിൻ, കൈമോട്രിപ്സിനൊക്കെ ഇൻ എന്ന് പറഞ്ഞ സഫിക്സിൽ എൻഡ് ചെയ്യുന്നതാണ്. ദീസ് എൻസൈംസ് ഫോർ ദ ഫസ്റ്റ് വൺസ് ടു ബി സ്റ്റഡീഡ്. ആദ്യം സ്റ്റഡി ചെയ്ത ഈ എൻസൈംസ് ആണ്. അപ്പോൾ അന്ന് അങ്ങനെ ഇൻ എന്ന് പറഞ്ഞ് ഇന്നിൽ എൻഡ് ചെയ്യുന്ന രീതിയിൽ നെയിം ചെയ്തു പോയായിരുന്നു. ഇനി പ്രിഫിക്സ് ഡിനോട്ട്സ് എ ടൈപ്പ് ഓഫ് ദ റിയാക്ഷൻ ദ എൻസൈം കാറ്റലൈസ്. പ്രിഫിക്സ് എന്ന് പറയുന്ന ടേം സാധാരണയായിട്ട് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷനാണ് അവർ കാറ്റലൈസ് ചെയ്യുന്നതെന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ ഓക്സിഡൈസ് റിഡോക്സ് റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഹൈഡ്രോളൈസ് അഡീഷൻ ഓഫ് വാട്ടർ ടു ബ്രേക്ക് വൺ കോമ്പണൻറ്റ് ഇൻ ടു ടു. വാട്ടർ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കോമ്പണൻറ്റിനെ രണ്ട് കോമ്പണൻറ്റ്സ് ആക്കി മാറ്റുന്നതിനെയാണ് ഹൈഡ്രോളൈസ് എൻസൈം. നെക്സ്റ്റ് സബ്സ്ട്രേറ്റ് ഐഡൻറ്റിറ്റി ഈസ് ഓഫൺ യൂസ്ഡ് വിത്ത് റിയാക്ഷൻ ടൈപ്പ്. സബ്സ്ട്രേറ്റ് ഏതാണ് എന്നുള്ളത് നമ്മൾ റിയാക്ഷൻ ടൈപ്പിൻ്റെ ഒപ്പം ഓഫൺ ആഡ് ചെയ്ത് പോകാറുണ്ട്. ഫോർ എക്സാമ്പിളാണ് പൈറുവേറ്റ് കാർബോക്സിലേസ്. ഇവിടെ അതിൻ്റെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് പൈറുവേറ്റ് ആണെന്നും അത് കാർബോക്സിലേഷൻ റിയാക്ഷനാണ് ക്യാരി ഔട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് ആ എൻസൈമിൻ്റെ പേരിൽ നിന്ന് തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് എൻസൈമാണ് ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ്. ലാക്റ്റേറ്റ് ആണ് അവിടുത്തെ സബ്സ്ട്രേറ്റ്. ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷനാണ് ക്യാരി ഔട്ട് ചെയ്യുന്നതെന്നും നമുക്ക് അതൊരു എൻസൈം ആണെന്ന് ASEL എൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. Naming and classification of enzymes. Based on the nature of reactions, the Commission on Enzymes have recognized 6 classes of enzymes as follows. Nature of reaction അനുസരിച്ച് 6 classes of enzymes ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് is oxidoreductases. Enzymes which are involved in oxidation reduction reactions. They include oxidases, peroxidases, dehydrogenases, etc. They are hollow enzymes with a coenzyme for accepting or donating hydrogen or electrons. ഓക്സിഡോറിഡക്റ്റേസ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻസൈമാണ്. അവരുടെ അതാണ് ഓക്സിഡൈസസ്, പെറോക്സിഡൈസസ്, ഡീഹൈഡ്രോജനൈസസ് ഒക്കെ ഇതിനകത്താണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അവർ ഹോളോ എൻസൈംസ് ആണ്. അവരുടെ കോഎൻസൈം പാർട്ടിനെ അക്സെപ്റ്റ് ചെയ്യാനോ ഡൊണേറ്റ് ചെയ്യാനോ ഹൈഡ്രജനെയോ ഇലക്ട്രോണിനെയോ അക്സെപ്റ്റ് ചെയ്യാനോ ഡൊണേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഹോളോ എൻസൈംസ് എന്താണെന്നും അപ്പോ എൻസൈംസ് എന്താണെന്നും കോ എൻസൈം എന്താണെന്നുള്ളത് നമുക്ക് പറയാം. സോ ഇപ്പം ഓക്സിഡോറിഡക്റ്റേസസ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്ന എൻസൈംസിനെയാണ് നമ്മൾ ഓക്സിഡോറിഡക്റ്റേസസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഓക്സിഡൈസസ് ഉണ്ട്, പെറോക്സിഡൈസസ് ഉണ്ട്, ഡീഹൈഡ്രോജനൈസസും ഉണ്ട്. നെക്സ്റ്റ് കമ്മിങ് ഓൺ ടു ട്രാൻസ്ഫറൈസസ്. എൻസൈംസ് വിച്ച് കാറ്റലൈസ് ഗ്രൂപ്പ് ട്രാൻസ്ഫർ റിയാക്ഷൻസ്. ഗ്രൂപ്പ് ട്രാൻസ്ഫർ റിയാക്ഷൻസ് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസിനെയാണ് നമ്മൾ ട്രാൻസ്ഫറൈസസ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് റിയാക്ഷൻസ് വിച്ച് ഇൻവോൾവ് ദ ട്രാൻസ്ഫർ ഓഫ് കെമിക്കൽ ഗ്രൂപ്പ് ഫ്രം വൺ സബ്സ്ട്രേറ്റ് ടു അനദർ. ഒരു സബ്സ്ട്രേറ്റിൽ നിന്ന് വേറെ സബ്സ്ട്രേറ്റിലോട്ട് കെമിക്കൽ ഗ്രൂപ്പുകളെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള എൻസൈംസിനെയാണ് നമ്മൾ ട്രാൻസ്ഫറൈസസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഫോസ്ഫറൈൽ ട്രാൻസ്ഫറൈസസ്, ട്രാൻസ് അമിനേസസ്, ട്രാൻസ് പെപ്റ്റിഡേസസ് എക്സെട്ര. ഫോസ്ഫറൈൽ ട്രാൻസ്ഫറൈസസ് ഉണ്ട്, ട്രാൻസ് അമിനേസസ് ഉണ്ട്, ട്രാൻസ് പെപ്റ്റിഡേസസ് ഒക്കെ ട്രാൻസ്ഫറൈസസ് ആണ്. പിന്നെയുള്ളൊരു തേർഡ് കാറ്റഗറിയാണ് ഹൈഡ്രോളൈസസ്. അത് ബോൾഡിൽ കൊടുത്തിട്ടില്ല, ഹൈഡ്രോളൈസസ്. എൻസൈംസ് വിച്ച് ആർ ഇൻവോൾവ് ഇൻ ഹൈഡ്രോളിറ്റിക് ബ്രേക്ക് ഡൗൺ ഓഫ് കെമിക്കൽ ബോൺഡ്സിനെ ഹൈഡ്രോളിറ്റിക് ആയിട്ട് വാട്ടർ ആഡ് ചെയ്ത് ബ്രേക്ക് ചെയ്യുന്ന എൻസൈംസിനെയാണ് നമ്മൾ ഹൈഡ്രോളൈസസ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് പെപ്റ്റിഡേസസ്, ഗ്ലൈക്കോസിഡേസസ്, എസ്റ്ററൈസസ് എക്സെട്ര. പിന്നെയുള്ള കാറ്റഗറിയാണ് ലയേസസ്. എൻസൈംസ് വിച്ച് റിമൂവ് കെമിക്കൽ ഗ്രൂപ്പ്സ് നോട്ട് ബൈ ഹൈഡ്രോളിസിസ് ഫ്രം സബ്സ്ട്രേറ്റ്സ് ലിവിങ് ഡബിൾ ബോൺസ് ഓർ ആഡ് കെമിക്കൽ ഗ്രൂപ്പ്സ് ടു ഡബിൾ ബോൺസ്. ലയേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ കെമിക്കൽ ഗ്രൂപ്പുകളെ ആഡ് ചെയ്യും ബൈ ലിവിങ് ഹൈഡ്രോജൻ ബോൺസ്. ഹൈഡ്രോളിസ് വഴിയാണല്ല, ഡബിൾ ബോൺസ് ആഡ് ചെയ്തുകൊണ്ട് കെമിക്കൽ ഗ്രൂപ്പുകളെ റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ ആഡ് കെമിക്കൽ ഗ്രൂപ്പ്സ് ടു ഡബിൾ ബോൺസ്. ഡബിൾ ബോണ്ട് ഉള്ളതിനകത്തേക്ക് കെമിക്കൽ ഗ്രൂപ്പുകളെ ആഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള എൻസൈംസിനെയാണ് ലയേസസ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ആൻഹൈഡ്രേസസും ഡീകാർബോക്സിലേസസും. പിന്നെയുള്ള കാറ്റഗറിയാണ് ഐസോമറൈസസ്. എൻസൈം വിച്ച് കാറ്റലൈസസ് ഐസോമറൈസേഷൻ, മോളിക്കുലർ റീഓർഗനൈസേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്സ്. ഐസോമറൈസേഷൻ റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവർ. എക്സാമ്പിളാണ് എപ്പിമറൈസസും മ്യൂട്ടേസസും. പിന്നെയുള്ള കാറ്റഗറിയാണ് ലിഗേസസും സിന്തറ്റേസസും. എൻസൈംസ് വിച്ച് കാറ്റലൈസ് എ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഓഫ് മോളിക്യൂൾസ് ത്രൂ കോവാലന്റ് ബോണ്ടിങ് ആൻഡ് അക്കംപനൈഡ് ബൈ ദ ക്ലീവേജ് ഓഫ് ആൻ ഹൈഡ്രജൻ ബോണ്ട് ഓഫ് ATP or another triphosphate. Example peptide synthetase, DNA ligase etc. പോളിമറൈസേഷൻ റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള എൻസൈംസിനെയാണ് ലിഗേസസ് അല്ലെങ്കിൽ സിന്തറ്റേസസ് എന്ന് പറയുന്നത്. അവർ കോവാലന്റ് ബോണ്ടിങ് വഴിയായിരിക്കാം, അല്ലെങ്കിൽ ക്ലീവേജ് ഓഫ് ആൻ എനർജി ബോണ്ട് ഓഫ് ATPയുടെ എനർജി ബോണ്ട് ക്ലീവ് ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോസ്ഫേറ്റിനെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം. ഇതിനെയാണ് നമ്മൾ എക്സാമ്പിളാണ് പെപ്റ്റൈഡ് സിന്തറ്റേസും DNA ലിഗേസും. The above mentioned system of enzyme classification is often called
OTHLIL system. The term OTHLIL is constructed by using the initial letters of the 6 classes of enzymes. ഒതിൽ സിസ്റ്റം എന്നും ഇതിനെ നമ്മൾ പറയാറുണ്ട്. ഫസ്റ്റ് ലെറ്റേഴ്സ് എൻസൈംസിൻ്റെ എല്ലാം ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫോം ഇനീഷ്യേറ്റ് ചെയ്തത്. Now coming on to molecular organization of enzymes. Structure of enzymes. Simple enzymes and complex enzymes. Simple enzymes എന്ന് വെച്ചാൽ they are all composed of simple proteins. Simple proteins വെച്ച് കമ്പോസ് ചെയ്തേക്കുന്ന എൻസൈംസ് ആണെങ്കിൽ നമ്മൾ അവരെ സിമ്പിൾ എൻസൈംസ് എന്ന് പറയും. കോംപ്ലക്സ് എൻസൈംസ് അല്ലെങ്കിൽ കോൺജുഗേറ്റഡ് എൻസൈംസ് എന്ന് പറഞ്ഞാൽ ദേ ആർ കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന എൻസൈംസിനെയാണ് നമ്മൾ കോംപ്ലക്സ് എൻസൈംസ് അല്ലെങ്കിൽ കോൺജുഗേറ്റ് എൻസൈംസ് എന്ന് പറയുന്നത്. അതിന് മിക്കവാറും ഒരു ഹോളോ എൻസൈം പാർട്ട് ഉണ്ടായിരിക്കും, വിച്ച് ഇൻക്ലൂഡ്സ് ആൻ അപ്പോ എൻസൈം പ്ലസ് കോ ഫാക്ടർ. ഹോളോ എൻസൈം എന്ന് പറയുന്നത് അപ്പോ എൻസൈമും കോ ഫാക്ടറും കൂടെ കൂടിയിട്ടുള്ള പോർഷനെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അപ്പോ എൻസൈം, എന്താണ് കോ ഫാക്ടർ എന്ന് പറയുന്നതൊക്കെ. ഹോളോ എൻസൈം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള എൻസൈമിനെയാണ് നമ്മൾ ഹോളോ എൻസൈം എന്ന് പറയുന്നത്. അതിൻ്റെ 2 പാർട്സ് ആണ് ആക്ച്വലി അപ്പോ എൻസൈമും കോ ഫാക്ടറും. ഫസ്റ്റ് അപ്പോ എൻസൈം, കോൺജുഗേറ്റ് എൻസൈം വിത്തൗട്ട് ഇറ്റ്സ് കോ ഫാക്ടർ. കോ ഫാക്ടർ ഇല്ലാണ്ട് ഉള്ള എൻസൈമാറ്റിക് കോൺജുഗേറ്റഡ് ആയിട്ടുള്ള എൻസൈമിനെയാണ് നമ്മൾ അപ്പോ എൻസൈം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം പ്രോട്ടീൻ പാർട്ട് ഓഫ് എ കോൺജുഗേറ്റ് എൻസൈം. കോൺജുഗേറ്റ് എൻസൈമിൻ്റെ പ്രോട്ടീനീഷ്യസ് ആയിട്ടുള്ള ഭാഗത്തിനെ മാത്രമാണ് നമ്മൾ അപ്പോ എൻസൈം എന്ന് പറയുന്നത്. ദ അപ്പോ എൻസൈം കനോട്ട് കാറ്റലൈസ് ഇറ്റ്സ് റിയാക്ഷൻ വിത്തൗട്ട് ദ കോ ഫാക്ടർ. കോ ഫാക്ടർ ഇല്ലാണ്ട് ഒരു അപ്പോ എൻസൈമിന് റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. നെക്സ്റ്റ് കാറ്റഗറിയാണ് കോ എൻസൈം. കോ എൻസൈം എന്ന് പറഞ്ഞാൽ നോൺ പ്രോട്ടീൻ പാർട്ട് ഓഫ് ദ കോൺജുഗേറ്റഡ് എൻസൈം. പ്രോട്ടീനീഷ്യസ് ആയിട്ടുള്ള പാർട്ടല്ലാത്ത കോൺജുഗേറ്റഡ് എൻസൈമിൻ്റെ ഭാഗത്തിനെയാണ് കോ എൻസൈം എന്ന് പറയുന്നത്. നോൺ പ്രോട്ടീൻ പാർട്ട് ഓഫ് ദ കോൺജുഗേറ്റഡ് എൻസൈമിനെയാണ് നമ്മൾ കോ എൻസൈം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടീനീഷ്യസ് പാർട്ടിന് അപ്പോ എൻസൈം എന്ന് പറയും. അതിനൊരു റിയാക്ഷൻ തന്നെത്താൻ കാറ്റലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. കോ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നോൺ പ്രോട്ടീൻ പാർട്ട്, പ്രോട്ടീൻ അല്ലാത്ത ഭാഗത്താണ് നമ്മൾ കോ ഫാക്ടർ എന്ന് പറയും. അതിനൊരു ഒരു റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. രണ്ടും കൂടെ കൂടി വന്നാൽ ഒരു ഹോളോ എൻസൈമായിട്ട്, ഒരു കംപ്ലീറ്റ് എൻസൈമായിട്ട് മാറിയാൽ മാത്രമാണ് ഒരു റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Now coming on to കോ ഫാക്ടർ. കോ ഫാക്ടർ അല്ലെങ്കിൽ കോ എൻസൈം അല്ലെങ്കിൽ പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത്. കോ ഫാക്ടർ ആക്ച്വലി 2 ടൈപ്പ് ഉണ്ട്. കോ എൻസൈം എന്ന് പറയുന്നത് ലൂസ്ലി ബൗണ്ട് ടു ദ എൻസൈം. ആ കോമ്പണൻറ്റ് ലൂസ്ലി ബൗണ്ട് ആണ് എൻസൈമുമായിട്ട്. നോൺ കോവാലൻ്റ്ലി ബൗണ്ട് ആണെങ്കിൽ നമ്മളതിനെ കോ എൻസൈം എന്ന് പറയും. ടൈറ്റ്ലി ബൗണ്ട് ആണ് അല്ലെങ്കിൽ കോവാലൻ്റ്ലി ബൗണ്ട് ആണ് എൻസൈമുമായിട്ടെങ്കിൽ നമ്മളതിനെ പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്ന് പറയും. സെയിം ഇതിൻ്റെ ഡെഫിനിഷൻസ് ആണ്. ഫസ്റ്റ് കോ എൻസൈം. കോ എൻസൈം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഇറ്റ്സ് എ കോമ്പൗണ്ട് derived from a vitamin NAD plus that assist an enzyme in facilitating a chemical reactions. പിന്നെ കെമിക്കൽ റിയാക്ഷൻ ഇത് നമ്മൾ ആദ്യം പറഞ്ഞ ഡെഫിനിഷനിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഡെഫിനിഷനുകളാണ്. പക്ഷേ എൻസൈംസിന് നമുക്കൊരു ഡെഫിനിഷനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുതാവുന്ന ടൈപ്പ്. കോ എൻസൈം എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ഡിറൈവ് ഫ്രം വൈറ്റമിൻ സിന്ന് ഡിറൈവ് ചെയ്തേക്കുന്ന ഒരു കോമ്പൗണ്ടാണ്. എക്സാമ്പിൾ NAD പ്ലസ് ദാറ്റ് അസിസ്റ്റ് ഇൻ ആൻ എൻസൈം. ഒരു എൻസൈമിനെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യുന്നൊരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ കോ എൻസൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് കോ ഫാക്ടർ. മെറ്റൽ അയോൺ ദാറ്റ് അസിസ്റ്റ് ആൻ എൻസൈം ഇൻ ഫെസിലിറ്റേറ്റിംഗ് എ കെമിക്കൽ റിയാക്ഷൻ. മെറ്റൽ അയോൺസ് ആയിട്ടുള്ള കാര്യങ്ങൾ മഗ്നീഷ്യം 2+, കാൽഷ്യം 2+, പൊട്ടാസ്യം പ്ലസ് ഇതെല്ലാം നമ്മൾ ഒരു എൻസൈമാറ്റിക് റിയാക്ഷനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ കോ ഫാക്ടർ എന്ന് പറയും. പിന്നെയുള്ളത് അപ്പോ എൻസൈം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. പ്രോട്ടീൻ ഓൺലി പാർട്ട് ഓഫ് എൻ എൻസൈം. എൻസൈമിൻ്റെ പ്രോട്ടീനീഷ്യസ് പാർട്ടിനെയാണ് നമ്മൾ അപ്പോ എൻസൈം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജനേസ് ദാറ്റ് റിക്വയർസ് ആൻ അഡീഷണൽ കോ എൻസൈം ടു ഫെസിലിറ്റേറ്റ് എ കെമിക്കൽ റിയാക്ഷൻ നോട്ട് ഫങ്ഷണൽ അല്ലോ. ഇതിന് ഒരു അഡീഷണൽ ആയിട്ടുള്ള കോ എൻസൈം, പ്രോട്ടീൻ പാർട്ടാണ്, ഇതിനൊരു അഡീഷണൽ ആയിട്ടുള്ളൊരു കോ എൻസൈം വേണം അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അപ്പോ എൻസൈംസ് ആണ്. പിന്നെ ഉള്ളതാണ് ഹോളോ എൻസൈം. A combination of അപ്പോ എൻസൈം ആൻഡ് കോ എൻസൈം ഇസ് ടുഗദർ ഫെസിലിറ്റേറ്റ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോ എൻസൈമും കോ എൻസൈമും കൂടെ കൂടിയിട്ട് വരുന്ന കോമ്പിനേറ്റഡ് ആയിട്ടുള്ള കോമ്പിനേഷണൽ പാറ്റേണിനെയാണ് നമ്മൾ ഹോളോ എൻസൈം എന്ന് പറയുന്നത്. ഹോളോ എൻസൈമാണ് ഫങ്ഷണൽ ആയിട്ടുള്ള മോളിക്യൂൾ. അതായത് അതിനാണ് ഒരു എൻസൈമാറ്റിക് റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അപ്പോ എൻസൈമിന് ഒരു റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. കോ ഫാക്ടേഴ്സ് ആൻഡ് കോ എൻസൈംസ്. കോ ഫാക്ടേഴ്സ് are either ഇനോർഗാനിക് അയോൺസ് നമ്മൾ പറഞ്ഞിരുന്നു. സോ Na+, K+, മഗ്നീഷ്യം, മാംഗനീസ്, അയൺ, സിങ്ക്, കോപ്പർ അങ്ങനെയുള്ള മെറ്റൽ അയോൺസ്, ഇനോർഗാനിക് ആയിട്ടുള്ള അയോൺസിനെയാണ് നമ്മൾ കോ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ്, നോൺ പ്രോട്ടീനീഷ്യസ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസിനെയാണ് നമ്മൾ കോ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്.
ഓർഗാനിക് കോഫാക്ടേഴ്സ് ആർ ജനറലി നോൺ ആസ് കോ എൻസൈംസ്. ഓർഗാനിക് ആയിട്ടുള്ള കോഫാക്ടർ ആണെങ്കിൽ നമ്മളവരെ കോ എൻസൈംസ് എന്ന് പറയാണ്ട്. എക്സാമ്പിളാണ് കോ എൻസൈം എ, CO കോ എൻസൈം Q, NAD, FAD ഒക്കെ കോ എൻസൈംസ് ആണ്. അവർ ഓർഗാനിക് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണെങ്കിൽ. ഇൻഓർഗാനിക് മോളിക്യൂൾസ് ആണെങ്കിൽ നമ്മളവരെ കോ ഫാക്ടേഴ്സ് എന്ന് പറയും. Coenzymes, in combination with their respective apoenzymes, serve as acceptors, carriers, and donors of atoms or chemical groups. കോഎൻസൈംസും അവരുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള അപ്പോ എൻസൈംസും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ അക്സെപ്റ്റേഴ്സായിട്ട്, കാരിയേഴ്സായിട്ട്, ഡോണേഴ്സൊക്കെ ആയിട്ട്, ആറ്റംസിൻ്റെയും കെമിക്കൽ ഗ്രൂപ്പ്സിൻ്റെയൊക്കെ അക്സെപ്റ്റേഴ്സും ഡോണേഴ്സും കാരിയേഴ്സും ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിളാണ് NAD, FAD, കോഎൻസൈം Q എക്സെട്ര സെർവസ് അക്സെപ്റ്റേഴ്സ്, കാരിയേഴ്സ് ആൻഡ് ഡോണേഴ്സ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ഡോണേഴ്സും അക്സെപ്റ്റേഴ്സും കാരിയേഴ്സും ഒക്കെ ആയിട്ടാണ് NAD, FAD, CO, കോഎൻസൈം Q ഒക്കെ ആക്ട് ചെയ്യണത്. ഇനി കോഎൻസൈം എ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്ഫർ ഓഫ് അസറ്റൈൽ ഗ്രൂപ്പ്സ്. അതൊരു ട്രാൻസ്ഫറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അസറ്റൈൽ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഒരു മോളിക്യൂളായിട്ടാണ് കോഎൻസൈം എ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ആയിട്ടുള്ള കോ ഫാക്ടർ റോള് പ്ലേ ചെയ്യുന്നത്. Some coenzymes or some metallic ions remain tightly and covalently bound to their apoenzymes. They are known as prosthetic groups. ചില കോഎൻസൈംസ് അല്ലെങ്കിൽ മെറ്റാലിക് അയോൺസ് ടൈറ്റ്ലി ബൗണ്ട് ആയിരിക്കും അവരുടെ അപ്പോ എൻസൈം പാർട്ടുമായിട്ട്. അതിനെ നമ്മൾ പ്രോസ്തറ്റിക് ഗ്രൂപ്പ്സ് എന്ന് പറയും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ദ അയൺ പോർഫൈറിൻ കോംപ്ലക്സ്, ഫുറോപോർഫൈറിൻ ഓഫ് സൈറ്റോക്രോംസ് ആൻഡ് ഹീമോഗ്ലോബിൻ, ദ ഫ്ലേവിൻ പാർട്ട് ഓഫ് ഫ്ലേവോ പ്രോട്ടീൻസ് എക്സെട്ര ആർ എക്സാമ്പിൾസ്. ഇതിന് എക്സാമ്പിളാണ് അയൺ പോർഫൈറിൻ കോംപ്ലക്സ്, സൈറ്റോക്രോമിൻ്റെയും ഹീമോഗ്ലോബിൻ്റെയും അതുപോലെ ഫ്ലേവിൻ പാർട്ട് ഓഫ് ഫ്ലേവോ പ്രോട്ടീൻസ് ഒക്കെ എക്സാമ്പിളാണ് പ്രോസ്തറ്റിക് ഗ്രൂപ്പ്സിന്. കോഫാക്ടേഴ്സ് കൺഫർ റിയാക്ടിവിറ്റി ഓൺ എൻസൈംസ് ഇൻ 2 ways. കോഫാക്ടേഴ്സ് എൻസൈംസിന് റിയാക്ടിവിറ്റി കൊടുക്കുന്നത് രണ്ട് മെത്തേഡ്സ് വഴിയാണ്. ബൈ സെർവിങ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ എൻസൈം ആൻഡ് ദ സബ്സ്ട്രേറ്റ്. എൻസൈമിന് സബ്സ്ട്രേറ്റിൻ്റെ ഇടയ്ക്കുള്ള ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്തുകൊണ്ട്, അതുപോലെ ബൈ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ റിയാക്ഷനകത്ത് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടും ഇവർ റിയാക്ഷനകത്ത് എൻസൈമാറ്റിക് റിയാക്ഷൻസിനകത്ത് റോള് പ്ലേ ചെയ്യാറുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് ആ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കും. അപ്പോൾ എൻസൈം ബിക്കംസ് ആക്റ്റീവ് ബൈ ബൈൻഡിങ് എ കോ എൻസൈം ഓർ എ കോ ഫാക്ടർ ടു ദ എൻസൈം. ആദ്യം ഒരു എൻസൈമിനകത്തേക്ക് കോ ഫാക്ടർ അല്ലെങ്കിൽ ഒരു കോ എൻസൈം വന്ന് ബൈൻഡ് ചെയ്തപ്പോൾ മാത്രമാണ് ആ എൻസൈം ആക്റ്റീവായിട്ട് മാറുന്നത്. പിന്നീട് സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഹോളോ എൻസൈം പാർട്ട്, കോ ഫാക്ടർ അല്ലെങ്കിൽ കോ എൻസൈം വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എൻസൈം ഹോളോ എൻസൈമായിട്ട് മാറി. ആ ഹോളോ എൻസൈം പാർട്ട് അലോങ് വിത്ത് ഇറ്റ്സ് കോ ഫാക്ടർ അല്ലെങ്കിൽ ഹോളോ എൻസൈം വിച്ച് ഇസ് ഫോം വെൻ അസോസിയേറ്റഡ് വിത്ത് കോ ഫാക്ടർ ഓർ കോ എൻസൈമും കോ ഫാക്ടറുമായിട്ട് അസോസിയേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫോം ചെയ്ത ഹോളോ എൻസൈമിനാണ് സബ്സ്ട്രേറ്റുമായിട്ട് ആക്ട് ചെയ്ത് കാറ്റലറ്റിക്കൽ റിയാക്ഷൻസ് അണ്ടർഗോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കോഎൻസൈംസ് ആർ ഓഫ് 2 മേജർ ടൈപ്സ്. കോഎൻസൈംസ് 2 മേജർ ടൈപ്സ് ആയിട്ട് കാണാറുണ്ട്. നെയിംലി ഫോർ ദോസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ റിഡോക്സ് റിയാക്ഷൻസ് വിച്ച് ഇൻവോൾവ് ദ ട്രാൻസ്ഫർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഓർ ഇലക്ട്രോൺസ്. ചിലത് റിഡോക്സ് റിയാക്ഷൻസിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അതുവഴി ഹൈഡ്രജൻ ആറ്റംസിനെയും ഇലക്ട്രോൺസിനെയും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ദോസ് ടേക്കിംഗ് പാർട്ട് ഇൻ റിയാക്ഷൻസ് വിച്ച് ഇൻവോൾവ് ദ ട്രാൻസ്ഫർ ഓഫ് കെമിക്കൽ ഗ്രൂപ്പ്സ് NAD, NADP, FAD, FMN ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് റോള് പ്ലേ ചെയ്യുന്ന കോഎൻസൈംസും ഉണ്ട്. ട്രാൻസ്ഫർ ഓഫ് കെമിക്കൽ ഗ്രൂപ്പ്സ് കെമിക്കൽ ഗ്രൂപ്പ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പും കൂടി കേട്ടോ. കെമിക്കൽ ഗ്രൂപ്പ്സ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ്. എക്സാമ്പിൾ ഫോർ ദ ഫസ്റ്റ് കാറ്റഗറി, അതായത് ഹൈഡ്രജൻ ആറ്റംസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിന് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കാറ്റഗറിയിൽ വരുന്നതാണ് NAD, NADP, FAD, FMN ഒക്കെ. കോഎൻസൈം A, TPP, ബയോട്ടിനൊക്കെ സെക്കൻഡ് കാറ്റഗറി, കെമിക്കൽ ഗ്രൂപ്പ്സിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് റോള് പ്ലേ ചെയ്യുന്ന കോഫാക്ടേഴ്സ് ആണ്. കോഫാക്ടേഴ്സ് അല്ലെങ്കിൽ കോഎൻസൈംസ് ആണ്. In enzyme reaction, a change occurring in the substrate will be counterbalanced by an opposite change in the coenzyme. ഒരു ചേഞ്ച് സബ്സ്ട്രേറ്റിനകത്ത് നടക്കുകയാണെങ്കിൽ അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാനായിട്ട് ഓപ്പോസിറ്റ് ചേഞ്ച് കോഎൻസൈമിനകത്ത് നടക്കുന്നുണ്ട്. സോ കോഎൻസൈം സെർവ്സ് എസ് എ കോ സബ്സ്ട്രേറ്റ്. അതുകൊണ്ട് കോഎൻസൈമിന് നമ്മൾ കോ സബ്സ്ട്രേറ്റ് എന്നും വിളിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞേക്കുന്നതാണ്, ഓക്സിഡേഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റ് വിൽ ബി കൗണ്ടർ ബാലൻസ് ബൈ ദ സൈമൾട്ടേനിയസ് റിഡക്ഷൻ ഓഫ് ദ കോഎൻസൈം ആസ് റിവീൽഡ് ബൈ ദ ഫോളോയിങ് റിയാക്ഷൻ. സബ്സ്ട്രേറ്റ് ഓക്സിഡൈസ് ചെയ്യുവാണ് എങ്കിൽ അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാനായിട്ട് ഈ കോ സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കോ ഫാക്ടർ അല്ലെങ്കിൽ കോ എൻസൈമിനകത്ത് സബ്സിക്വൻ്റ് ആയിട്ട് റിഡക്ഷൻ നടക്കുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ലാക്റ്റേറ്റ് എന്ന് പറഞ്ഞ സബ്സ്ട്രേറ്റിനെ ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പൈറുവേറ്റ് ആയിട്ട് മാറും. ഈ ഓക്സിഡേഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ കോ ഫാക്ടറായിട്ട് ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കോ എൻസൈമായിട്ട് ആക്ട് ചെയ്യുന്ന NAD+ എന്ന് പറഞ്ഞ സ്ഥാനത്ത് അത് റിഡക്ഷൻ നടന്നിട്ട് NADH+H+ ആയിട്ട് മാറുന്നുണ്ട്.
അതായത് ഒരു സ്ഥലത്ത് ഓക്സിഡേഷൻ നടക്കുമ്പോൾ സൈമൾട്ടേനിയസ് തന്നെയായിട്ട് വേറൊരു ഭാഗത്ത് റിഡക്ഷൻ നടക്കുന്നുണ്ട്. ഇഫ് എ റിയാക്ഷൻ ഇസ് റിവേഴ്സ്ഡ്, ഇനി ഈ റിയാക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഇഫക്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് തിരിച്ച്, അതായത് പൈറുവേറ്റ് തിരിച്ച് ലാക്റ്റേറ്റ് ആവുകയാണെങ്കിൽ അതിനെ തിരിച്ച് നമുക്ക് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്, ഞാൻ എക്സാമ്പിളായിട്ട് ചുമ്മാ പറയാനാണേ, അന്നേരം അതിന് ഓക്സിഡേഷൻ, അവിടെ റിഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ് നടക്കുന്നത്. തിരിച്ച് NADH+H+, തിരിച്ച് NAD+ ആകുമ്പോൾ അവിടെ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ റിയാക്ഷനാണ് നടക്കുന്നത്. In some reactions, a particular group or radical is transferred from one substrate to another to form a coenzyme to the substrate. ചില റിയാക്ഷൻസിനകത്ത് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു റാഡിക്കലിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു സബ്സ്ട്രേറ്റിൽ നിന്ന് വേറൊരു സബ്സ്ട്രേറ്റിനകത്ത്, ഓർ ഫ്രം എ കോഎൻസൈം ടു ദ സബ്സ്ട്രേറ്റ്, അല്ലെങ്കിൽ കോഎൻസൈമിൽ നിന്ന് സബ്സ്ട്രേറ്റിനകത്ത്. ഹിയർ ഓൾസോ ദ കോഎൻസൈം ഫങ്ഷൻസ് ആസ് എ കോ സബ്സ്ട്രേറ്റ്. അങ്ങനെയുള്ള കേസസിനകത്തും കോഎൻസൈമാണ് കോ സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ചില റിയാക്ഷൻസിനകത്ത് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു റാഡിക്കലിനെ ആയിരിക്കാം ഒരു സബ്സ്ട്രേറ്റിൽ നിന്ന് വേറൊരു സബ്സ്ട്രേറ്റിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ചില കേസസിനകത്ത് കോഎൻസൈമിൽ നിന്ന് സബ്സ്ട്രേറ്റിനകത്തേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ഇവിടെയും കോഎൻസൈം എന്ന് പറഞ്ഞ ഒരു കോ സബ്സ്ട്രേറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യാറുള്ളത്. പിന്നെയുള്ളൊരു കാറ്റഗറിയാണ് ഐസോ എൻസൈംസ്. ഐസോ എൻസൈംസ് ഓർ ഐസോസൈംസ്, ദേ ആർ ദ മോളിക്കുലാർ വേരിയൻസ് ഓൾ പോളിമോർഫിക് ഫോംസ് ഓഫ് എൻ എൻസൈം. ഒരു എൻസൈമിൻ്റെ മോളിക്കുലാർ വേരിയൻസിനെ അല്ലെങ്കിൽ പോളിമോർഫിക് ഫോംസിനെയാണ് നമ്മൾ ഐസോ എൻസൈംസ് അല്ലെങ്കിൽ ഐസോസൈംസ് എന്ന് പറയുന്നത്. ദേ ഹാവ് ദ സെയിം ഓർ സിമിലർ ബയോളജിക്കൽ ഫങ്ഷൻ. സെയിം ഫങ്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ബയോളജിക്കൽ ഫങ്ഷനാണ് അവർ ക്യാരി ഔട്ട് ചെയ്യണത്. ആൻഡ് ദേ കാറ്റലൈസ് ദ സെയിം റിയാക്ഷൻ. അവർക്ക് സെയിം റിയാക്ഷൻ തന്നെ കാറ്റലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ബട്ട് ദേ ആർ ഡിഫറെൻറ്റ് ഇൻ മോളിക്കുലാർ സ്ട്രക്ചർ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. മോളിക്കുലാർ സ്ട്രക്ചറിലും ഫിസിക്കൽ പ്രോപ്പർട്ടീസിലും അവർ ഡിഫറെൻ്റ് ആയിരിക്കും. ഡിഫറൻസസ് ഇൻ ദ പ്രോപ്പർട്ടീസ് ആൻഡ് മോളിക്കുലാർ ഓർഗനൈസേഷൻ ആർ ജനറ്റിക്കലി ഡിറ്റർമൈൻഡ്. അവരുടെ പ്രോപ്പർട്ടീസിലും മോളിക്കുലാർ ഓർഗനൈസേഷനിലും ഉള്ള ഡിഫറൻസ് ജനറ്റിക്കലി ഡിറ്റർമൈൻഡ് ആണ്. സോ ഐസോ എൻസൈംസ് എന്ന് പറയുന്നത് സെയിം അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ബയോളജിക്കൽ ഫങ്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്ന എൻസൈമുകളെയാണ് നമ്മൾ ഐസോ എൻസൈംസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ അവരുടെ മോളിക്കുലാർ സ്ട്രക്ചറും ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിന് കാരണം ജനറ്റിക്കലി ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. മോർ ദാൻ 100 എൻസൈംസ് ആർ നോൺ ടു എക്സിസ്റ്റ് ആസ് ഐസോ എൻസൈംസ്. ഹൺഡ്രഡ്സ് ഓഫ് എൻസൈംസ് ഐസോ എൻസൈംസ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിളാണ് ലാക്റ്റിക് ആസിഡ് ഡീഹൈഡ്രോജനേസ്, LDH എന്ന് പറയുന്ന എൻസൈം വിച്ച് ഹാസ് എ റോൾ ഇൻ ദ കൺവേർഷൻ ഓഫ് പൈറുവിക് ആസിഡ് ടു ലാക്റ്റിക് ആസിഡ്. പൈറുവിക് ആസിഡിനെ ലാക്റ്റിക് ആസിഡാക്കി മാറ്റുന്ന ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈം ഒരു ഐസോ എൻസൈമാണ്. അതിൻ്റെ സിമിലർ ആയിട്ടുള്ള ബയോളജിക്കൽ ഫങ്ഷൻ അല്ലെങ്കിൽ സെയിം കെമിക്കൽ റിയാക്ഷൻ തന്നെ പല സ്ഥലങ്ങളിൽ പല ഇത് ജനറ്റിക്കലി ഡിറ്റർമൈൻഡ് ആയിട്ട് അതിൻ്റെ മോളിക്കുലാർ സ്ട്രക്ചറും ഫിസിക്കൽ പ്രോപ്പർട്ടീസിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളത് പല പൊസിഷനിൽ നമുക്ക് ബോഡി നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഇറ്റ് ഇസ് നോൺ ടു എക്സിസ്റ്റ് ഇൻ 5 ഡിഫറെൻറ്റ് മോളിക്കുലാർ ഫോംസ്. അത് 5 ഡിഫറെൻറ്റ് മോളിക്കുലാർ ഫോംസിലാണ് ലാക്റ്റിക് ആസിഡ് ഡീഹൈഡ്രോജനേസ് എൻസൈം ബോഡിയിൽ കാണാറുള്ളത്. വേറെ എക്സാമ്പിൾസാണ് ഹെക്സോകൈനേസ്, ആസിഡ് ഫോസ്ഫേറ്റേസ്, ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്, ന്യൂക്ലിയോടൈഡ് ഫോസ്ഫേറ്റേസ്, choline esterase, malic acid dehydrogenase, glutamic acid dehydrogenase, glucose 6 phosphate dehydrogenase, creatine phosphokinase, tryptophan synthetase, aldolase, amylase, lipase, etc. are said to be isozymes. The molecular variants of an enzyme occurring in different species of an organism are called interspecific or phylogenetic enzymes, and those occurring within the same species are known as intraspecific or ontogenic isoenzymes. ഇപ്പോൾ ഐസോ എൻസൈംസ് നമ്മൾ പറഞ്ഞത് പോളിമോർഫിക് ഫോംസ് ഓഫ് എൻ എൻസൈം. ഒരു എൻസൈമിന് തന്നെ ഡിഫറെൻറ്റ് ഫോംസിനെയാണ് നമ്മൾ ഐസോ എൻസൈംസ് എന്ന് പറയുന്നത്. അവർക്ക് സിമിലർ ആയിട്ടുള്ള ബയോളജിക്കൽ ഫങ്ഷൻ ആയിരിക്കും, സെയിം കെമിക്കൽ റിയാക്ഷൻ ആയിരിക്കും അവർ കാറ്റലൈസ് ചെയ്യണത്. പക്ഷേ അവരുടെ സ്ട്രക്ചറിലും ഫിസിക്കൽ പ്രോപ്പർട്ടീസിലും ഡിഫറൻസുകൾ ഉണ്ടായിരിക്കും. ഇനി ഇങ്ങനെയുള്ള ഐസോ എൻസൈംസ് ഡിഫറെൻറ്റ് സ്പീഷീസിലാണ് നമ്മൾ കാണുന്നത്. ഓരോ ഓർഗാനിസത്തിനെ ഡിഫറെൻറ്റ് സ്പീഷീസിലാണ് കാണുന്നതെങ്കിൽ നമ്മളവരെ ഇൻറ്റർസ്പെസിഫിക് അല്ലെങ്കിൽ ഫൈലോജനറ്റിക് ഐസോ എൻസൈംസ് പറയും. സെയിം സ്പീഷീസിലാണ് കാണുന്നതെങ്കിൽ നമ്മളതിനെ ഇൻട്രാസ്പെസിഫിക് അല്ലെങ്കിൽ ഓണ്ടോജനിക് ഐസോ എൻസൈംസ് പറയും. 2 ടൈപ്പ് ഉണ്ട്, ഇൻറ്റർസ്പെസിഫിക് അല്ലെങ്കിൽ ഫൈലോജനറ്റിക്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ദ ഓർഗാനിസത്തിലാണ് കാണുന്നതെങ്കിൽ. സെയിം സ്പീഷീസ് ഓഫ് ദി ഓർഗാനിസം ആണ് എങ്കിൽ സെയിം സ്പീഷീസിനകത്താണ് കാണുന്നതെങ്കിൽ നമ്മളതിനെ ഇൻട്രാസ്പെസിഫിക് അല്ലെങ്കിൽ ഓണ്ടോജനിക് ഐസോ എൻസൈംസ് പറയും. ഐസോ എൻസൈംസിന് വേറെ 2 ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്, ഹോമോലോഗസ് ആൻഡ് അനലോഗസ്. ഹോമോലോഗസ് ആയിട്ടുള്ള ഐസോസൈംസ് ദേ ഹാവ് ഓൾമോസ്റ്റ് സിമിലർ മോളിക്കുലാർ സ്ട്രക്ചർ ആൻഡ് കാറ്റലിറ്റിക്കൽ പ്രോപ്പർട്ടീസ്. സിമിലർ ആയിട്ടുള്ള മോളിക്കുലാർ സ്ട്രക്ചറും കാറ്റലിറ്റിക്കൽ പ്രോപ്പർട്ടീസും ആയിരിക്കും ഹോമോലോഗസ് ഐസോസൈംസിനുണ്ടാവുക. അനലോഗസ് ഐസോസൈംസ് ആണെങ്കിൽ അവർക്ക് സിമിലർ റിയാക്ഷൻ പ്രോപ്പർട്ടീസ് ആയിരിക്കും, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോളിക്കുലാർ ഓർഗനൈസേഷൻ ആയിരിക്കും. സിമിലർ റിയാക്ഷൻ പ്രോപ്പർട്ടീസും ഡിഫറെൻറ്റ് മോളിക്കുലാർ ഓർഗനൈസേഷനും ആണെങ്കിൽ നമ്മളവരെ അനലോഗസ് ഐസോസൈംസ് പറയും. Homologous isozymes are believed to have the same genetic origin.
സെയിം ജനറ്റിക് ഒറിജിൻ ആയിരിക്കും ഹോമോലോഗസ് ഐസോസൈംസിനും ഉണ്ടാകുക. അതായത് ദേ ആർ പ്രോഡക്ട്സ് ഓഫ് ദ സെയിം ജീൻ്റെ തന്നെ പ്രോഡക്ട്സ് ആയിരിക്കും. വേറെ അനലോഗസ് ഐസോസൈംസ് ആർ ബിലീവ്ഡ് ഹാവ് ഇവോൾവ് ഫ്രം ഡിഫറെൻറ്റ് ആൻസിസ്ട്രൽ ജീൻസ്. പല ആൻസിസ്ട്രൽ ജീൻസിൽ നിന്നായിരിക്കാം അനലോഗസ് ആയിട്ടുള്ള ഐസോസൈംസ് ഫോം ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അവർക്ക് സിമിലർ റിയാക്ഷൻ പ്രോപ്പർട്ടീസും ഡിഫറെൻ്റ് ആയിട്ടുള്ള മോളിക്കുലർ ഓർഗനൈസേഷനും വരാനുള്ള കാരണം. പ്രോഡക്ട്സ് ഓഫ് ഡിഫറെൻറ്റ് ജീൻസ് ആർ ലൊക്കേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് ക്രോമസോംസ്. ഡിഫറെൻറ്റ് ക്രോമസോംസിൽ കാണുന്ന ഡിഫറെൻറ്റ് ജീൻസ് വഴിയായിരിക്കും അനലോഗസ് ആയിട്ടുള്ള ഐസോസൈംസ് ഫോം ചെയ്തിട്ടുണ്ടാവുക. പിന്നെയുള്ള കാറ്റഗറിയാണ് മെറ്റാലോ എൻസൈംസ്. ദീസ് ആർ ദ എൻസൈംസ് വിച്ച് റിക്വയർ മെറ്റാലിക് അയോൺസ് ഫോർ ദെയർ ആക്ടിവിറ്റി. മെറ്റൽ അയോൺസിനെ വേണം അവരുടെ ആക്ടിവിറ്റി നടത്താനെങ്കിൽ അതിനെയാണ് നമ്മൾ മെറ്റാലോ എൻസൈംസ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് കാർബോണിക് അൺഹൈഡ്രേസ്, കാർബോക്സി പെപ്റ്റിഡേസ് എക്സെട്ര വിച്ച് റിക്വയർ സിങ്ക്. കാർബോണിക് അൺഹൈഡ്രേസിനും കാർബോക്സി പെപ്റ്റിഡേസിനും സിങ്ക് വേണം. മഗ്നീഷ്യം വേണം. എക്സോകൈനേസ്, പെപ്റ്റിഡേസസ്, ഈനോളൈസസിനൊക്കെ ആണെങ്കിൽ മഗ്നീഷ്യം വേണം. അതായത് മെറ്റാലിക് അയോൺസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ആക്ടിവിറ്റി നടക്കും. അപ്പോൾ മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ മെറ്റാലിക് അയോൺ ഉണ്ടെങ്കിലാണ് ഹെക്സോകൈനേസിനും പെപ്റ്റിഡേസസിനും ഈനോളൈസിനും ആക്ടിവിറ്റി കാണിക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ സിങ്ക് ഉണ്ടെങ്കിലാണ് കാർബോണിക് അൺഹൈഡ്രേസിനും കാർബോക്സി പെപ്റ്റിഡേസിനും എൻസൈമാറ്റിക് ആക്ടിവിറ്റി കാണിക്കാനായിട്ട് പറ്റുള്ളൂ. വേറെ എക്സാമ്പിൾസ് ആണ് മാഗ്നീസ്. ഇറ്റ്സ് എസെൻഷ്യൽ ഫോർ ഫോസ്ഫോഗ്ലൂക്കോമ്യൂട്ടാമേസ് ആൻഡ് ഡൈപെപ്റ്റിഡേസസ്. Salivary amylase requires chloride ions. Copper is necessary for tyrosinase. Iron is required for cytochrome oxidase, catalase, peroxidase, etc. Calcium activates lipases and lecithinases. In some cases, the removal of the tightly bound metal will not considerably affect the enzyme activity. At the same time, addition of a metallic ion enhances enzyme activity. Such enzymes are called metal activated enzymes. മെറ്റാലോ എൻസൈംസ് തന്നെ മെറ്റൽ അയോൺസിന് ഉണ്ടെങ്കിൽ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ടൈപ്പും ഉണ്ട്. അതുപോലെ നമ്മളൊരു ടൈറ്റ്ലി ബൗണ്ട് ആയിട്ടുള്ള എൻസൈമിനെ മെറ്റലിനെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻസൈമാറ്റിക് ആക്ടിവിറ്റി വലിയ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യില്ലാത്ത എൻസൈംസും ഉണ്ട്. നമ്മളൊരു മെറ്റാലിക് അയണിനെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻസൈമാറ്റിക് ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുവാണെങ്കിൽ അതിന് നമ്മൾ മെറ്റൽ ആക്ടിവേറ്റഡ് എൻസൈംസ് എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് കാർബോക്സി പെപ്റ്റിഡേസസ്. അതിന് സിങ്ക് എന്ന് പറയുന്ന മെറ്റലിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആക്ടിവിറ്റി കുറച്ചും കൂടെ ഇൻക്രീസ് ലെവലിൽ കാണാനായിട്ട് പറ്റും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ മെറ്റൽ ആക്ടിവേറ്റഡ് എൻസൈംസ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു മെറ്റൽ അയൺ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആക്ടിവിറ്റി നന്നായിട്ട് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ മെറ്റൽ ആക്ടിവേറ്റഡ് എൻസൈംസ് എന്ന് പറയും. ചില എൻസൈംസിന് മെറ്റൽ അയോൺസ് വേണം അവരുടെ ആക്ടിവിറ്റിക്ക്, അതിന് നമ്മൾ മെറ്റാലോ എൻസൈംസ് എന്ന് പറയും. എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്താൽ മതി. താങ്ക് യു.